പലരും പലതൊക്കെ എവിടെയോ മഴ ചെയ്താൽ ഇവിടെ കൊട ചൂടുക എന്ന് പറയാറുണ്ട്. റഷ്യയിൽ കൊട ചൂടിയാൽ ഇവിടെ റഷ്യയിൽ മഴ പെയ്തതിന് ഇവിടെ കൊട ചൂടെന്ന് പറഞ്ഞൊക്കെ പണ്ട് ഉദാഹരിക്കാറുണ്ട്. എന്ന പോലെ ഡമാസ്കസിൽ ഇബ്നു തൈമിയ്യന്റെ ഒരു ഫത്വ ഉണ്ടായാൽ നമ്മളവിടെ എന്തിനാ അത് കൊണ്ടാടുന്നത്? ഇത് ദൗർഭാഗ്യവശാൽ മൗലിദിലും വന്നു. ഇതാ കുഴങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പുതിയ ഫത്വകൾ എവിടെ വന്നോ അതെടുത്തിട്ട് കൊണ്ടാടാനായിട്ടൊരു കൂട്ടം ദല്ലാൽമാർ. ഇങ്ങനെ അധപ്പതിച്ചാലോ നമ്മുടെ കേരളക്കാർ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ നമ്മൾ കൊണ്ടാടാനായിട്ട് നടന്നത് അത് കേരളത്തിലെ ശാഫിഈ മദ്ഹബുകാർക്ക് മേൽ ബാധകമാക്കാൻ അതൊരു വലിയ അക്രമമല്ലേ? തൻ്റെ മദ്ഹബിലെ ഫത്വയാണെങ്കിൽ ഏറെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഫത്വ ഹംബലി മദ്ഹബുകാർക്കല്ലേ ബാധകമാക്കേണ്ടു? അദ്ദേഹത്തിൻ്റെ ഫത്വ സുദീർഘമാണ്. അദ്ദേഹം ഇത് ബിദ്അത്താണ്, മോശമാണ്, ഉണ്ടാക്കലാണ്, ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ സതുദ്ദേശപരമായി ഇത്തരം നല്ല കർമ്മങ്ങൾ റസൂലുള്ളാഹിനെ ബഹുമാനിച്ചും മാനിച്ചും ഉണ്ടാക്കുന്നതാണെങ്കിൽ തങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് പുണ്യാർഹമാണ്, അത് പ്രതിഫലാർഹമാണ്. ഓൻ്റെ ഉദ്ദേശം അല്ലാഹു തആല ഖായിബാക്കൂല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ സുദീർഘ ഫത്വകളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ വളച്ചു കിട്ടില്ല. ഹറാമാണെന്നും കറാഹത്താണെന്നും നന്ന ചുരുങ്ങിയത് മൗലിദുമായി ബന്ധപ്പെടുന്ന ഏത് ആചാരവും കറാഹത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിധി. പക്ഷേ ആ ഫത്വക്കൊപ്പം തന്നെ സതുദ്ദേശപൂർവം റസൂലുള്ളാഹിനെ മാനിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് ഒരാൾ ഇതുമായി ബന്ധപ്പെടുന്നതും ഉണ്ടാക്കുന്നതുമെങ്കിൽ ആ നല്ല കരുത്തിന് പുണ്യം കിട്ടും, അത് അല്ലാഹു ഖായിബാക്കുകയില്ല എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ആനുകൂല്യം കൂടി വെക്കാതെ, അദ്ദേഹം വെച്ച ആനുകൂല്യം കൂടി ശാഫിഈ മദ്ഹബുകാർക്ക് നൽകാതെ ഹംബലി മദ്ഹബുകളിൽ പിൻഗാമികാരനായ അദ്ദേഹം തൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ അല്ലെങ്കിൽ തൻ്റെ മദ്ഹബുകാരായ മുൻഗാമികളെയോ മാലിക്കി മദ്ഹബിലെ ചിലരെയോ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഈ ഫത്വ കേരളത്തിലെ ശാഫിഈ മദ്ഹബുകാർക്കിടയിൽ വെച്ച് കെട്ടുന്നത് വളരെ വലിയ ആക്രമണമാണ്. ഇത് ഞങ്ങളുടെ മദ്ഹബ് സംബന്ധമായ സ്വാതന്ത്ര്യത്തിനെതിരുള്ള കയ്യേറ്റമായി ഞങ്ങൾ ഉയർത്തി കാണിക്കും. ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമല്ലേ ശാഫിഈ മദ്ഹബുകാർക്ക്? ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. 4 മദ്ഹബുകാർക്കും അവരുടെ മദ്ഹബ് അനുസരിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ വേണം. ഈ സ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന കയ്യേറ്റത്തിൽപ്പെട്ടതാണ് കേരളത്തിലെ ശാഫിഈ മദ്ഹബുകാർക്കെതിരെ ഹംബലി മദ്ഹബുകാരനായ ഇബ്നു തൈമിയ്യയുടെ നിയമങ്ങളും അദ്ദേഹത്തിൻ്റെ ഫത്വകളും ഒക്കെ നടപ്പാക്കാനുള്ള പരിശ്രമം. അദ്ദേഹം അവിടെ പറഞ്ഞാൽ അതിവിടെ നമ്മൾ നടപ്പാക്കിക്കൊള്ളണം എന്ന വാശി നമ്മുടെ മദ്ഹബിനെയും കേരളക്കാരെയും മനസ്സിലാക്കാതിരിക്കുന്നതാണ്. എങ്ങനെ ഇരുന്നാൽ ഇബ്നു തൈമിയ്യയോടുള്ള പ്രത്യേക അനുരാഗം കൊണ്ടും ബന്ധം കൊണ്ടും കടപ്പാട് കൊണ്ടും മൗലിദിനെ മൊത്തമായി ചിലരിവിടെ ഹറാം അല്ലെങ്കിൽ കറാഹത്ത് എന്നൊക്കെ ഇബ്നു തൈമിയ്യ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി പടി കടന്നിട്ട് മൊത്തം ഹറാം. കേരളത്തിലെ വഹാബിസത്തിൻ്റെ ഹറാമെന്ന് താന്നിട്ടൊരു വിധി ഇത് ഏതാരുമില്ല. ബിദ്അത്താണ്, അനാചാരമാണ്, ഹറാമാണ്. ചിലപ്പോൾ ശിർക്കും ആവും, കുഫ്റും ആവും. ചിലപ്പോൾ ഒന്നൊന്നുമല്ല, നമ്മളെ വിചാരത്തിൽ ശിർക്ക് തന്നെയാണ്. അപ്പം ശിർക്ക്, കുഫ്ർ, ഹറാം ഇതിൽ നിന്ന് വിട്ടിട്ടൊന്നുമില്ല. ഇബ്നു തൈമിയ്യന്റെ ഫത്വ അങ്ങനെയല്ല. ഇബ്നു തൈമിയ്യന്റെ ഫത്വ ബിദ്അത്ത് എന്ന നിലക്ക് നന്ന ചുരുങ്ങിയത് കറാഹത്ത് വരണം. വളരെ നിഷിദ്ധമായ അനാചാരങ്ങൾ അതിൻ്റെ ഒപ്പം കൂടുമ്പോൾ അത് ഹറാമ് വരണം. ഈ രീതിയിലാണ് ഇബ്നു തൈമിയ്യയുടെ ഫത്വയെങ്കിൽ നമ്മളെ ഇവിടെ അത് ഉദ്ധരിക്കുന്ന ആളുകൾ കർശനമായി ശാഫിഈ മദ്ഹബുകാരുടെ മേൽ നടപ്പാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതും ബലാത്കാരമായി അടിച്ചേൽപ്പിക്കുന്നതും ഇത് ബിദ്അത്തും കടുത്ത ഹറാമുമാകുന്നു. ശിർക്കും കുഫ്റുമാകാനും ഇടയുണ്ട് എന്നാണ്. മിക്കവാറും ഒക്കെ ശിർക്കും കുഫ്റും ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഈ വിധി വാസ്തവത്തിൽ വന്നത് ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളക്കാരുടെ മദ്ഹബ് സംബന്ധമായ വിധിയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അത് ഗൗനിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കൂല എന്ന ഫാഷിസ മനസ്സോ ഇതേതെങ്കിലും പിന്നിലുള്ളവരാണ് ഈ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദിനെതിരെ അത് ബിദ്അത്ത്, അനാചാരം, ഹറാം, ശിർക്ക്, കുഫ്ർ എന്നൊക്കെയായി പറഞ്ഞു വന്നവർ. അതുകൊണ്ട് നമ്മുടെ മദ്ഹബുമായി ബന്ധപ്പെട്ട് മൗലിദിനെ മൊത്തം നമ്മൾ വിലയിരുത്തേണ്ടത്, മൗലിദ് കർമ്മങ്ങളുമായി നടക്കുന്ന നമ്മുടെ ആചാരങ്ങളെ മൊത്തം നമ്മൾ വിലയിരുത്തേണ്ടത് യാതൊരു ഭയവും വേണ്ട, ആശങ്കയും വേണ്ട, സംശയവും വേണ്ട, മറ്റൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചൂളേണ്ടതുമില്ല. ശാഫിഈ മദ്ഹബിൻ്റെ വീക്ഷണപ്രകാരം ഇതിൻ്റെ വിധി ബിദ്അത്ത്, പുതുതായി വന്ന ആചാരം, അതേസമയം നല്ലതും പുണ്യാർഹവും ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതും എന്നാണ്. ഈ മൗലിദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിമർശന വിധേയമായിരിക്കുന്ന മൗലിദാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടതുപോലെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുത്തിട്ടുള്ള മങ്കൂസ് മൗലിദ്. വളരെ മോശം മങ്കൂസ് മൗലിദ്. ഇതാണ് ആരോപണം. ഒന്നാമത്തെ ആരോപണം ഇതൊരു വാറോലയാണ്.
ഇതാരാ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൂടെ, എന്താന്ന് പറഞ്ഞുകൂടെ, ഇത് വാറോലയാണ്. ഒരാരോപണം തന്നെ. രണ്ടാമത്തെ ആരോപണം, വാറോലയായതിൻ്റെ ഒപ്പം അതിൽ അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ധാരാളമുണ്ട്. റസൂലുള്ളാഹിന്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ധാരാളം വെച്ച് കെട്ടിയിട്ടുള്ള, കുത്തി നിറച്ചിട്ടുള്ളൊരു മൗലിദാണ് മങ്കൂസ് മൗലിദ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരെ അതിൽ എടുത്തുദ്ധരിക്കുകയും ആ ജൂതന്മാരുടെ അഭിപ്രായങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ജൂതന്മാരുടെ മോശപ്പെട്ട, അവരുടെ ഉള്ളിൽ ഒളിച്ചു വെച്ച മോശപ്പെട്ട അവരുടെ സൂത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മങ്കൂസ് മൗലിദ് പാരായണവും മങ്കൂസ് മൗലിദ് ഓതലും കൊണ്ടു നടക്കലും. ഇതിനെല്ലാം പുറമെ ഇതിൻ്റെ അകത്ത് ശിർക്കുപരമായ അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളും വിളികളും അടക്കമുള്ള ശിർക്കുകളൊക്കെ ഉണ്ട്. ഇനി വിളികളൊന്നും ഇല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ പ്രീതിയോ പൊരുത്തോ പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ ഒരാൾ മൗലൂദ് ഓതുമല്ലോ, അത് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാവും. കെ ഉമർ മൗലവിയുടെ ഖണ്ഡിതമായ ഫത്വ. അതിനെപ്പറ്റി ചോദിച്ചാൽ ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കലാണ്. അതുകൊണ്ടത് ശിർക്ക് തന്നെ, കുഫർ തന്നെ ഇന്നത്തെ എല്ലാ എതിർപ്പുകാരുടെയും അടിവരട്ടുള്ള പ്രഖ്യാപനം. അപ്പോൾ ഇനി മതിയല്ലോ. സാധാരണഗതിയിൽ ഏത് പുതിയ കാര്യങ്ങൾക്കും ഉള്ളതിലുപരി ശിർക്കിൽ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്ന രീതിയിൽ 4 പ്രധാന ആരോപണങ്ങളാണ് മങ്കൂസ് മൗലിദിനെ കുറിച്ച് മൊത്തമായി ഉന്നയിക്കപ്പെടുന്നത്. ഇനി ഓരോരുത്തരും അത് കൈ കിട്ടിയാൽ ഓരോരുത്തരും പുതിയ 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 ഉണ്ടാവും. ഈ 4 പ്രശ്നങ്ങളിൽ ചൂണ്ടി നിന്നുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടാണ് മങ്കൂസ് മൗലിദിനെ അല്പമായി നമ്മളിവിടെ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത്. വാറോല എന്ന പ്രയോഗം തന്നെ എന്തിനാ പറയാൻ നീറ്റങ്ങൾ ആലോചിച്ചിട്ടില്ല. ആള് എഴുതിയിട്ടില്ല ചട്ടമേന്ന് വെച്ചാൽ അതൊക്കെ വാറോല എന്നാണ് അവർ മനസ്സിലാക്കിയത്. വാറോല, ഓലയെങ്കിലും ഉണ്ടല്ലോ ഇല്ലേ, ഓല. ഈ ഓല എന്താണെങ്കിലും ആലോചിച്ചൂടെ. ഇരിക്കട്ടെ, മങ്കൂസ് മൗലിദ് വാറോലയാണ് എന്ന് പറയാൻ എന്താണ് കാരണം? അതിൻ്റെ രചയിതാവാരാണ് തിരിഞ്ഞിട്ടില്ല. രചയിതാവിനെ തിരിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചിലരൊക്കെ ഉപയോഗിക്കുന്നത് വാറോല എന്ന് പറയുന്നത്. വല്ല നോട്ടീസും മറ്റൊക്കെ കണ്ട് ഇറങ്ങിയാൽ അതിൽ ആളെ പേരെഴുതാതെ ഒരു കൂട്ടം ആളുകൾ, ഒരു മറ്റേ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി പറയുന്നൊരു പേരാണല്ലോ വാറോലാണ്. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഭാഷയുമായി ബന്ധമുണ്ട്. മങ്കൂസ് മൗലിദിനെ പറ്റി എന്തർത്ഥത്തിലാണ് ഈ വാറോല എന്നറിയുന്നത്? ഒരു മലയാള ഡിക്ഷണറി എങ്കിലും നോക്കിങ്ങാണ്ട് വാറോല നോക്കി പഠിക്കല്ലേ വേണ്ടേ? അപ്പം ആ തരത്തിലുള്ളൊരു വാറോല എന്നുള്ള ആരോപണം വളരെ വൃത്തികെട്ട മനസ്സിൽ നിന്നേ വരൂ. അത്ര വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. മനസ്സിൻ്റെ വൃത്തികേടിനനുസരിച്ചാണല്ലോ വാചകം വരിക. അവരെ നമുക്ക് മാറ്റി നിർത്താം. അതിന് രചയിതാവ് അറിയപ്പെട്ടിട്ടില്ല എന്നെ വെക്കുക. എന്നാൽ വിഷയം തെറ്റാണ്. രചയിതാവ് അറിയപ്പെട്ടില്ലെങ്കിൽ നമ്മളെ സ്കൂളിലെ ബുക്കുകൾ, മദ്രസിലെ ബുക്കുകളൊക്കെ രചയിതാവ് എഴുതിയതാണല്ലോ അധിക പാഠബുക്കുകളും. സ്കൂളിലെ പാഠബുക്കുകളൊക്കെ ആരാ രചയിതാവ് എന്ന് എഴുതാറുണ്ടോ? ഒരു സംഘം ചേർന്നാണെങ്കിൽ തന്നെ ഇന്നവർ രചിച്ചതാണെന്ന് എഴുതണ്ടേ? മദ്രസയിലെ പാഠപുസ്തകങ്ങൾ രചയിതാവിന് എഴുതാറുണ്ടോ? അങ്ങനെ രചയിതാവിന് എഴുതാത്ത എത്ര ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ആധികാരിക ഗ്രന്ഥങ്ങളാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത്? എല്ലാം രചയിതാവിന് എഴുതണമെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പം വന്ന രൂപങ്ങളുമല്ലേ, ശൈലികളും. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഖ്ലാസിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകകളായ നമ്മുടെ ഇമാമുകൾക്കുള്ള ഒരു പ്രത്യേകമായ രീതിയാണത്. അവരുടെ രചനകളിലും സൃഷ്ടികളിലും അവരുടെ പേരും വിലാസവും മനസ്സിലാകുന്ന എന്തെങ്കിലുമോ കൂട്ടിച്ചേർക്കാതെ എഴുതുക എന്നത്. അപൂർവം ചിലരാണ് ഇതിന് അപവാദമായി ഗ്രന്ഥകാരൻ്റെ പേരെഴുതിയിട്ടും മറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ. മൗലിദിലുണ്ട് ചിലരൊക്കെ പേരെഴുതിയിട്ട്. എന്നാൽ അപൂർവം ചില ഗ്രന്ഥങ്ങളിലേ അങ്ങനെ കാണൂ. ബാക്കിയെല്ലാം ഇപ്പം മുത്തഫരിദ് 10 കിതാബിലെ ഓരോന്നിൻ്റെ പേരും ആരാത് രചിച്ചെന്ന് വേറെ പഠിച്ചിട്ട് വേണം. അത് പണ്ഡിതന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ടൊക്കെ വാറോലയാണ്, ആളില്ലാതെ എങ്ങനെ ഉണ്ടായതാണോ എന്ന് മനസ്സിലാക്കണ്ട. അപ്പം പേരെഴുതാതിരിക്കുക, തന്നെ ചേർത്ത് ഇതിനെ വിവരിക്കാതിരിക്കുക, അത് അവരുടെ ഇമാം ഷാഫി മദ്ഹബുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമിൻ്റെ തന്നെ ഒരു നല്ല ചിന്ത അതാ. പടച്ചവനെ, എൻ്റെ ഈ ഇൽമിനെ എന്നിലേക്ക് ചേർത്തപ്പെടാതെ നീ ഇവിടെ ലോകത്ത് പരത്തേണമേ, വ്യാപകമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഇമാമിൻ്റെ അനുയായികളാണ് ഷാഫി മദ്ഹബുകാർ. അതുകൊണ്ട് തന്നെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തകളെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ധരിക്കുന്നത് നബി ഇമാമിൻ്റെ കിതാബ്, റാഫി ഇമാമിൻ്റെ കിതാബ്, ഇബ്നു ഹജറിൻ്റെ കിതാബ് എന്നാണ്. നോക്കി നിങ്ങൾ, ഷാഫി ഇമാമിൻ്റെ കിതാബ് എന്ന് ഉദ്ധരിക്കാറ് വളരെ കമ്മിയാണ്. അത് നമ്മളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊണ്ടുവരണം. അൽ ഉമ്മ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു,
അതിന് കിട്ടുള്ളൂ, ഒരല്ലുമ്മന്നെ അവർക്ക് കിട്ടുള്ളൂ. ഒരല്ലുമ്മ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ മറ്റുള്ളവർ കൊണ്ടുവരുമ്പോഴേ ശാഫിഈ മദ്ഹബിൽ ഇമാമുന ശാഫിഈയെ ആ വിധം ഉദ്ധരിക്കപ്പെടുന്നുള്ളൂ. നമ്മുടെ ഇമാമുകളൊന്നും സാധാരണ ഷാഫി ഇമാമൻ ഉദ്ധരിക്കാറില്ല. അത്തരം ഒരു ഇമാമിൻ്റെ പിന്നിൽ, അതായത് തൻ്റേതാണ് ഇത് എന്ന ലെവലിൽ അറിയപ്പെടുന്നതിൽ ഒരു താല്പര്യവുമില്ലാത്ത ഭക്തരിൽ ഭക്തരായ സാഹിദുകളിൽ സാഹിദായ ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് മാതൃക ഉൾക്കൊണ്ട, അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട, പ്രചോദനം ഉൾക്കൊണ്ട ഷാഫി മദ്ഹബുകാരായ മിക്ക രചയിതാക്കളും പണ്ടത്തെ കാലത്ത് അവരുടെ പേരെഴുതാറില്ല. പൊന്നാനി പണ്ഡിതന്മാർ വിശേഷിച്ചു. അതുകൊണ്ട് പേരെഴുതാത്തത് കൊണ്ട് അത് ആളില്ലാത്തതല്ല. അത് ഉപയോഗിക്കുന്ന ആളുകളിൽ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്ക് സങ്കല്പമുണ്ട് അതേക്കുറിച്ച്. സാധാരണക്കാർക്ക് പിന്നെ ആളെ തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഓതാനുള്ളത് ഓതല്ലേ വേണ്ടുള്ളൂ. നമ്മൾ മുസഹഫ് എടുത്ത് ഓതുന്നുണ്ട്. ആരാപ്പി മുസഹഫ് ഈ കോലം ക്രമീകരിച്ചത് എന്ന് വല്ല സാധാരണക്കാരും അറിയാറുണ്ടോ? അറിയാറില്ല. അള്ളാൻ്റെ കലാമല്ലേ നമ്മൾ ഓതുന്നതാണ് മുസഹഫ് എടുത്ത് ഓതും. പക്ഷെ പണ്ഡിതന്മാർക്കറിയാം മുസഹഫ് ഈ കാണുന്ന വിധത്തിൽ ക്രോഡീകരിച്ച് നമ്മുടെ കയ്യിലേൽപ്പിക്കുന്നതിൽ പ്രധാനമായും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും തൻ്റെ സഹയാത്രികനായ ഉമറുൽ ഫാറൂഖ് എന്നിവരോടുമാണ് എന്ന്. നബിൻ്റെ കാലത്തില്ല മുസഹഫ്. നബിൻ്റെ കാലത്തില്ലാത്ത നമ്മുടെ മുസഹഫിനെ ഒന്നാമതുണ്ടാക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്നും നമ്മൾ ഇന്നുപയോഗപ്പെടുന്ന മുസഹഫിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്നും പണ്ഡിതന്മാർക്കറിയാം, ചരിത്രം വായിക്കുന്നവർക്കും അറിയാം. പക്ഷെ ഓതുന്ന എല്ലാ സാധാരണക്കാർക്കും അറിയില്ല. ഇതുപോലെ മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ടും പണ്ഡിതന്മാർക്കൊക്കെ അറിയാം അത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകൾ ഉണ്ടാക്കിയതാണെന്ന്. രണ്ട് വീക്ഷണമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം കബീറോ സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീറോ. സൈനുദ്ദീൻ മഖ്ദൂം ചെറിയ ആള്, അതായത് ഫതുഹുൽ മുഈനിന്റെ കർത്താവ് ഉണ്ടാക്കി എന്ന വീക്ഷണവുമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം കബീർ വലിയ ആളുണ്ടാക്കി എന്ന വീക്ഷണവുമുണ്ട്. രണ്ട് വീക്ഷണവും ഉസ്താദന്മാർ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നതാണ്. രണ്ടും സ്വീകരിക്കാം. സഗീർ എഴുതിയെന്ന് പറഞ്ഞാലും കബീർ എഴുതിയെന്ന് പറഞ്ഞാലും വലിയ രണ്ട് ആലിമീങ്ങളാണ്. രണ്ടാളും മഖ്ദൂമുമാർ, രണ്ടാളും കേരളക്കാർക്ക് പ്രിയപ്പെട്ടവർ, ഷാഫി മദ്ഹബിൻ്റെ ആധികാരിക പണ്ഡിതന്മാർ രണ്ടുപേരും. അപ്പം ഈ രണ്ടാലൊരാൾ എഴുതിയതാണെന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട മങ്കൂസ് മൗലിദിനെ ചരിത്രപരമായി വിലയിരുത്തിയിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠരാണ്. ഇപ്പം രണ്ടാണെങ്കിലും മോശമല്ലല്ലോ. രണ്ടാളുടെയും ഗ്രന്ഥങ്ങൾ കേരളത്തിൽ സുപരിചിതമാണ്. ഈ മങ്കൂസ് മൗലിദ് ഇത്തരം മഹാന്മാർ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മങ്കൂസ് എന്ന ഇതിൻ്റെ പേര് തന്നെ ചിന്തിച്ചാൽ ഇതിൻ്റെ പ്രാമാണികത നമുക്ക് ബോധ്യപ്പെടും. മങ്കൂസ്, ചെറിയത്, ചുരുക്കപ്പെട്ടത് എന്നൊക്കെ അതിനർത്ഥമുണ്ട്. മുഖ്തസർ എന്ന അർത്ഥത്തിലാണ്, മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്ന് അവലംബിച്ച് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണെങ്കിൽ മങ്കൂസ് മൗലിദ് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയെടുത്ത മൗലിദാണ്. ആ സങ്കല്പത്തിനും ആ നിരൂപണത്തിനും നല്ല ന്യായം കാണാം. നമ്മൾ ഏടുകളിൽ തന്നെ വലിയ ഏടില്ലേ, കുറേ മൗലിദുള്ള ഏട്, ആ ഏടിൽ നോക്കിയാൽ വലിയ സുബ്ഹാന മൗലിദ് കാണാം. വലിയ സുബ്ഹാന മൗലിദിൻ്റെ അവസാനത്തിൽ തന്നെ കാണാം അത് ഗസാലി ഇമാമിൻ്റെ രചനയാണെന്നതിലേക്ക് സൂചന. ഫസ്ഫഹ് വമുന്ന ബിജംഇ ശംലിൻ വസ്ഫഹ് വമുന്ന ബിജംഇ ശംലിൻ വഗ്ഫിറൻ ലിമുഹമ്മദ് ഇബ്നി മുഹമ്മദ് ഇബ്നി മുഹമ്മദീൻ. വലിയ സുബ്ഹാന മൗലിദിൻ്റെ അവസാനത്തിലുണ്ട് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹമ്മദ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഗസാലി റളിയല്ലാഹു അൻഹു ആരാ പേര്, ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹമ്മദ്. ആ പേര് പറഞ്ഞിട്ട് ഫസ്ഫഹ് വമുന്ന ബിജംഇ ശംലിൻ വഗ്ഫിറൻ ലിമുഹമ്മദ് ഇബ്നി മുഹമ്മദ് ഇബ്നി മുഹമ്മദി എന്ന് വലിയ സുബ്ഹാന മൗലിദിൻ്റെ അവസാനത്തെ വരി അതാണ്. അപ്പം ആ ഗസാലി ഇമാമിൻ്റെ വലിയ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയതാണെന്നതിന് അടിസ്ഥാനപരമായി തന്നെ രേഖ കാണുന്നുണ്ട്. കാരണം വലിയ സുബ്ഹാന മൗലിദിലെ മിക്ക ബെയ്ത്തുകളിൽ പ്രധാനപ്പെട്ട ബെയ്ത്തുകളും പരാമർശങ്ങളും അതിൽ നിന്ന് വിശദീകരണമോ രണ്ടു വട്ടം പറഞ്ഞതൊക്കെ മാറ്റിയിട്ട് എഴുതപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ് എന്ന് മനസ്സിലാക്കാം. അതിലത്തെ വിഷയങ്ങൾ ഇതിലുണ്ട്. അതിലത്തെ ബെയ്ത്തുകൾ അപ്പാടെടുത്ത് വെച്ചുകൊണ്ട് യാ റബി അൽ ഖൽബി ശഹ്റുൽ മൗലിദി, ആ ബെയ്ത്തൊക്കെ വലിയ സുബ്ഹാന മൗലിദിലുള്ളതാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, ആ ബെയ്ത്തുകളും വലിയ സുബ്ഹാന മൗലിദിലുള്ളതാണ്. അപ്പോൾ വലിയ സുബ്ഹാന മൗലിദിലുള്ള ഏതാനും ബെയ്ത്തുകളടക്കം പല ഈരടികളുമടക്കം അതിലെ കഥകൾ ചുരുക്കി ഉണ്ടാക്കിയത് കൊണ്ട് മങ്കൂസ് മൗലിദ് എന്നതിന് പേര് പറയുന്നു. അല്ല, ചെറിയ മൗലിദ് എന്ന നിലക്ക് എല്ലാ മൗലിദുകളെക്കാളും ചെറുതായി ആപേക്ഷികമായി ചെറുത് എന്ന നിലക്കാണ് മങ്കൂസ് മൗലിദ് എന്ന് പറഞ്ഞു വരുന്നതെന്നും പറയുന്നു.
ഏതർത്ഥത്തിലാണെങ്കിലും മങ്കൂസ് മൗലിദ് എന്ന പേരിൽ വസ്സാലി ഇമാമിൻ്റേത് ചുരുക്കിയതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ശരി, മങ്കൂസ് മൗലിദിലുള്ളതെല്ലാം ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദിലുമുണ്ട് എന്ന് വന്നാൽ തന്നെ അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചോ പ്രാമാണികതയെ സംബന്ധിച്ചോ വസ്സാലിയെ പറഞ്ഞ ഒരാൾക്ക് സംശയിക്കേണ്ടതില്ല, പിന്നെ തിരിയുന്ന ഒരാൾക്ക്. അപ്പം ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവർകൾ ഉണ്ടാക്കിയ മഹാസുന്ദരമായ മൗലിദിൽ കർത്താവിൻ്റെ പേരിൽ എന്നതിൻ്റെ പേരിൽ വാറോല എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ്. കർത്താവിൻ്റെ പേരില്ലെങ്കിൽ പേര് പഠിച്ചുകൊള്ളുക. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനോ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനോ ആണ് പേര്. ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലിദ് ചുരുക്കിയതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്രാമാണികതയെക്കുറിച്ച് അതിൽ കള്ളച്ചരിത്രങ്ങളുണ്ട് എന്നോ ശിർക്ക് എന്നോ ശിർക്കിൻ്റെ വരികളുണ്ട് എന്നൊക്കെ പറയുന്ന അത്തരം ആരോപണങ്ങൾ പിന്നെ വിഷയത്തിലെടുക്കേ വേണ്ട, പരാമർശമർഹിക്കുന്നേയില്ല. ഇനി അല്ലെങ്കിലും വേണമല്ലോ നമ്മൾ ആലോചിക്കുക എന്ന നിലക്ക് മാത്രം കരുതി നമ്മൾ ചിന്തിക്കാം. ഇവിടെ ഇപ്പോൾ പ്രചണ്ഡമായി മങ്കൂസ് മൗലിദിൻ്റെ കുപ്രചരണം നടത്തുന്നവർ തലക്കെന്ന് തന്നെ ഓതുക. തലക്കെന്ന് ഈ മൗലിദുണ്ട് ഓതിയിട്ട് അതിൻ്റെ ഓരോ വരിക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത കള്ളക്കഥകളാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്ത കള്ളക്കഥകളാണെന്നതിന് അതിൻ്റെ വരി ഓരോന്നും ഓതിയിട്ട് തുടങ്ങിയിട്ട് ഒന്നാകെ വിവരിച്ചു കൊണ്ട് നടക്കുന്ന ഓരോ വളരെ മോശപ്പെട്ട തരംതാണ രീതിയിലുള്ള വിമർശന പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ആളുകളുടെയൊക്കെ കയ്യിലെത്തുന്ന വിധം ഭരണകൂടത്തിൻ്റെ കൂടി ഒത്താശയോടുകൂടെ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള ഏതോ ഒരു സങ്കേതത്തിൻ്റെ ഒത്താശയോടുകൂടെ ഇത് കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് മങ്കൂസ് മൗലിദിൻ്റെ വിമർശനം. ഇതുകൊണ്ടുകൂടിയാണ് നമ്മുടെ IDF ഈ വിഷയം ഇവിടെ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ കാരണവും. തലക്കെന്ന് നോക്കി നോക്കി, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. നമ്മൾ സാധാരണ മൗലിദ് ഓതല്ലേ, മൗലിദ് ഇപ്പോൾ തല മുതൽ അവസാനം വരെ ഒന്നും ഞാൻ ഓതാൻ പോണില്ലേ, ഞാൻ വിമർശിക്കപ്പെടുന്ന ഏതാണ്ട് ലേസന് പറഞ്ഞാലും ബാക്കിയൊക്കെ നമുക്ക് തീരും. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി എന്നോടൊന്നും തുടങ്ങും. റബീഉൽ അവ്വൽ മാസത്തിൽ ഇതാ ഉദിപ്പിച്ചിരിക്കുന്നു അല്ലാഹു, അവനത്ര പരിശുദ്ധൻ. ഖബറ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ പ്രവാചകരാകുന്ന ആ തിങ്കളിനെ ചന്ദ്രനെ. അവിടെ തന്നെ പോയി കള്ളക്കഥ. റബീഉൽ അവ്വലിലാകുന്നു നബിയുടെ ജനനം എന്നുള്ളതിന് തന്നെ ചരിത്രപരമായി തെളിവൊന്നുമില്ല. ആരോപണം നോക്കിയാൽ റബീഉൽ അവ്വലിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന കതിരോൻ അല്ലെങ്കിൽ തിങ്കൾ ഈ ലോകത്ത് ഉദയം ചെയ്തത് എന്നത് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ചരിത്രത്തെ പ്രതി ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഇത്തരം നിഷേധ മനസ്ഥിതി ലോകത്ത് വ്യാപിപ്പിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാം അനർത്ഥങ്ങൾ അതുകൊണ്ടുണ്ടാവും. നമ്മളെ വാപ്പാരെ പോലും തിരിയാതെ വരും സഹോദരന്മാരെ, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്വന്തം പിതാക്കളെ പോലും തിരിയാതൊക്കെ വരും. ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്ന നിഷേധ ബുദ്ധി ഇവിടെ പരത്തരുത്. റബീഉൽ അവ്വലിലാകുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്ന വിഷയത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു വിയോജിപ്പുമില്ല. പണ്ടത്തെ കാലത്ത് ഏതാ മാസം ഏതാ കൊല്ലം എന്നൊക്കെ കണക്കെടുക്കുന്നതിലും മിക്ക ആളുകൾക്ക് എതിർപ്പുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇപ്പം നമ്മളൊരു 10-30 വയസ്സായ കുട്ടിൻ്റെ ഉമ്മാനോട് ചോദിച്ചു നോക്കി, ഈ കുട്ടിനെ ഏത് അറബ് മാസത്തിലാണ് പ്രസവിച്ചത്, പറയണ്ടാവില്ല. പലപ്പോഴും പല അഭിപ്രായമായിരിക്കും. 2 സഹോദരിമാർ അവരുടെ മക്കളെ ചൊല്ലി ആ വിഷയത്തിൽ തർക്കിച്ചാൽ ഏത് മാസമാണ് ജന്മം നൽകിയത് എന്ന് തിരിയൂല. നല്ലോണം പഠിച്ചു വെച്ചിട്ടുള്ളവർക്കും തിരിയൂല. കാരണം കാലത്തിനനുസരിച്ച മാറ്റവും വരും, നിശ്ചയിക്കാത്ത രീതിയും വരും, ഉപയോഗമില്ലാത്ത പ്രശ്നവും വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളാൽ മാസത്തെക്കുറിച്ച് വിഷമുണ്ടാവാറുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇതിലേറെ പരിചയമില്ല മാസം നോക്കുന്ന ഇടപാട്. സംഭവങ്ങൾ ആധാരമാക്കി മാത്രമാണ് ചരിത്രങ്ങൾ അവർ രചിക്കുന്നത്, ചരിത്രങ്ങളെ അവർ വിലയിരുത്തുന്നതും. ആമുൽ ഫീൽ, ആനക്കലഹം എന്ന് നോക്കിയിട്ടാണ്. ആനക്കലഹം, ഈ ആനക്കലഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എത്ര നാൾ മുമ്പ് എത്ര നാൾ പിമ്പ് നോക്കിയാൽ അപ്പം മാസം വിവരമല്ല. അവിടെ കലഹസംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മിക്കവാറും റസൂലുള്ളാഹിൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ദിനങ്ങൾക്ക് മുൻപ് ഒരാനൻ്റെ സംഭവം കൂടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ, അത്ഭുതപ്പെട്ട ഒരാനക്കഥ കൂടി ഉണ്ടാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം തീർത്തും ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കാതെ പോയേനെ.
ഇപ്പം അങ്ങനെ വരുന്നില്ല. ഒരാനക്കലഹം നടന്നതിൻ്റെ 50-ാം നാൾ അല്ലേ? പല അഭിപ്രായങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് കാണാണ്ട്. കാരണം അത്ര അടുത്തല്ലേ. ആ മാസം റബീഉൽ അവ്വൽ മാസമായിരുന്നുവെന്ന് ചരിത്രം കുറിക്കുന്ന മിക്ക ആളുകൾക്കും അറിയാം. ഹദീസുകൾ സ്ഥിരപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് പ്രമാണങ്ങൾ വ്യാപകമായതിൻ്റെ ശേഷം ഇക്കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇവിടെ ഒരു ചെറിയ മോശപ്പെട്ടൊരു വഴക്കം സാധാരണ നിലനിന്ന് വരുന്നുണ്ട്. ഏത് വിഷയത്തിലുണ്ടാവും അഭിപ്രായ വ്യത്യാസം. കിതാബിൽ നോക്കിയാൽ, ചരിത്ര വിഷയങ്ങൾ നോക്കിയാൽ എല്ലാത്തിലും അഭിപ്രായ വ്യത്യാസം. ഇത് അധികം എന്താണെന്നറിയുങ്ങൾ, പ്രമാണങ്ങൾ ലഭിക്കും മുൻപ്, പ്രമാണവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നതിന് മുൻപ് ആരൊക്കെയോ പറഞ്ഞ അഭിപ്രായങ്ങളാണ്. ഈ അഭിപ്രായങ്ങൾ പണ്ടൊരാൾ പറഞ്ഞു പോയാൽ അത് പിന്നെ കിതാബിൽ കൊടുക്കും. ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് തീലാന്നോ കാലാന്നോ പറഞ്ഞിട്ട് ആ അഭിപ്രായം കൊടുക്കും. പക്ഷേ ഈ ആൾ ഇവിടെ നിരൂപണം നടന്നതിൻ്റെ ശേഷമുള്ള ആളല്ല, അതിൻ്റെ മുമ്പത്തെ ആളാണ്. 4 മദ്ഹബുകൾ കോടീകൃതമായതിൻ്റെ ശേഷം ആ മദ്ഹബുകൾ അറിയാത്ത ആളുകളും ആ മദ്ഹബുകളുടെ നിരൂപണങ്ങൾ കേൾക്കാത്ത ആളുകളും എത്രേ മദ്ഹബിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം ആളുകളെ നമ്മൾ മുബ്തദി എന്ന് പറയാറില്ലല്ലോ. ഇജ്മാഇന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ട്. വലിയ വലിയ ചില മഹാന്മാരുടെ അഭിപ്രായത്തെ നോക്കി നിങ്ങൾ ചെറിയ കാര്യത്തിൽ കൊണ്ട് തുടങ്ങിയാൽ കുറച്ച് പോകും. നേരം വെളുത്തിട്ട് നോമ്പുകാരന് ചായ കുടിക്കാം, സൂര്യോദയം വരെ ചായ കുടിക്കാം. ഒരഭിപ്രായം, സൂര്യോദയം വരെ ചായ കുടിക്കാമെന്ന്. എന്നാൽ ഒരുവിധ ആൾക്കാർക്ക് ശ്വാസം മുട്ടവർക്കൊക്കെ നല്ല സുഖമാണ്. ആകെ രാവിലത്തെ ഒരു ചായക്കും വേണ്ടിയിട്ട് നോമ്പ് മുറിച്ചുന്ന ഒരുപാട് ശ്വാസം മുട്ടിയവരുണ്ട്. രാവിലത്തെ ഒരു ചായ കിട്ടിയാൽ അന്ന് പിന്നെ അങ്ങനെ റെയിൽമ കയറും. നന്ന രാവിലത്തെ ആ ഒരു ഗ്ലാസ് ചായ കിട്ടിയാൽ അത് മുടങ്ങിണീൻ്റെ പേരിൽ മാത്രം നോമ്പ് മുറിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്കൊക്കെ സൂര്യനുദിക്കുന്നത് വരെ ചായ കുടിക്കുക, ചോറ് കഴിക്കാമെന്ന് കിട്ടിയാൽ നല്ല സുഖമല്ലേ. അങ്ങനെ അഭിപ്രായപ്പെട്ടവർ വലിയവരാണ്. പക്ഷെ ആ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അതനുകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇജ്മാഇന് വിരുദ്ധമാണത്. ലക്ഷ്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ കാര്യകാരണ സഹിതം സമർത്ഥിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് റെഡി വന്നിട്ട് നോമ്പിൻ്റെ മസാല കോടീകൃതമായപ്പോൾ പിന്നെ ഈ അഭിപ്രായത്തിന് വിലയില്ല. അപ്പം ഇത്തരം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിൽ കാണും. ഈ അർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ജന്നത്തെക്കുറിച്ച് ആരെങ്കിലും പണ്ട് ഏതോ മാസം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ റബീഉൽ അവ്വൽ 12-നാകുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതായിട്ടുണ്ടിപ്പോൾ. പ്രചാരപ്പെട്ട അഭിപ്രായം അതായതുകൊണ്ട് പ്രഗത്ഭരായ ഇമാമുകളൊക്കെ അത് സ്ഥിരീകരിച്ചതുകൊണ്ട് റബീഉൽ അവ്വലിലെ ചില തീയതികൾ മാറ്റിപ്പറഞ്ഞവർ പ്രഗത്ഭർ തന്നെയുണ്ട്. എന്നാൽ പോലും റബീഉൽ അവ്വലിലാണ് എന്ന് പറഞ്ഞതിന് മാറ്റം എന്നാലും വരൂല. റബീഉൽ അവ്വൽ അല്ലാത്ത മാസം എന്ന് പറഞ്ഞത് വളരെ ബാലിശവും ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടേണ്ടതുമാണെന്ന് തന്നെയാണ് നമ്മുടെ ഇമാമികൾ വിവരിക്കുന്നത്. അപ്പം അതുകൊണ്ട് റബീഉൽ അവ്വലിലാണ് ഈ കതിരോൻ അല്ലാഹു തആല ജന്മം നൽകിയത്, ഉദിപ്പിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു ബന്ധികേടുമില്ല. റബീഉൽ അവ്വൽ 12-നാകുന്നുവെന്ന് നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമുകൾ സമർത്ഥിച്ചിരിക്കെ ഒരു ചരിത്ര സത്യത്തിന് ആവശ്യമായ ബലപ്പെട്ട തെളിവുകൾ കൊണ്ട് തന്നെ തെളിഞ്ഞിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയായിരിക്കെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ ജനിച്ചു വന്ന മങ്കൂസ് മൗലിദിൻ്റെ ഇതിൽ വേറെ കോടാലൊന്നും എടുക്കണ്ട, കത്തിയൊന്നുമായിട്ട് വരണ്ട. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ആദരവായ നബിയുടെ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി പടച്ചു. ഖബ്ല ഖൽഖിൽ ആലമി, ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് നബിയുടെ ഒളിവിനെ പടച്ചു. വസമ്മാഹു മുഹമ്മദാ, ആ ഒളിവിനിക്ക് അല്ലാഹു മുഹമ്മദ് എന്ന് നാമകരണം നടത്തുകയും ചെയ്തു എന്ന്. ഇത് പറഞ്ഞപ്പോഴും ലോക സൃഷ്ടിപ്പ്, ഖുർആനെതിരെ ഹദീസുകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരു കള്ളക്കഥയും, അടിസ്ഥാനരഹിതമായ കള്ളക്കഥ മാത്രമല്ല ഖുർആൻ പറഞ്ഞതിനെതിരെ ഹദീസുകളിനെതിരെ. എന്ത്? നബിയുടെ ഒളിവിനെയാണ് അല്ലാഹു എല്ലാ വസ്തുക്കൾക്കും ലോകത്തെ തന്നെ പ്രപഞ്ചത്തെ തന്നെ പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചത് എന്നത്. എന്നിട്ട് ആ ഒളിവിന് മുഹമ്മദ് എന്ന് പേര് വെച്ചു എന്നതും കള്ളക്കഥയാണ് എന്ന് മാത്രമല്ല അടിസ്ഥാനരഹിതമായ കള്ളക്കഥയാണെന്നതിൻ്റെ പുറമെ ഖുർആൻ സുന്നത്ത് എന്ന പ്രമാണങ്ങൾക്ക് വിരുദ്ധവുമാണ്. എവിടെയാണിവര്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഒളിവിനെയാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് എന്നത് ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാണ്. നബി തന്നെ വിവരിച്ചിട്ടുള്ള വാക്യം. നബി തന്നെ വിവരിച്ചിട്ടുള്ള ആ വാക്യം ഹാഫിദ് അബ്ദുർ റസാഖ് എന്നവർ തൻ്റെ മുസന്നഫിൽ വളരെ വ്യക്തമായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ
ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയായി വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്, എൻ്റെ നൂറാണ് അല്ലാഹു തആല ആദ്യം പടച്ചത് എന്ന്. ലോകത്തിൽ ആദ്യം പടച്ചത് ഏത് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകളുടെ കൂട്ടത്തിൽ ജാബിറിൻ്റെ മിക്ക ഹദീസുകളും റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടായിരിക്കും. അങ്ങനെയുണ്ടല്ലോ ചില സ്വഹാബികൾ ഈ ലെവലിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്തരം കഥകളൊക്കെ തീർത്തും പോകുമായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു മിക്കപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നബി തങ്ങളുടെ ശരീരത്തിൻ്റെയും ആകാരത്തിൻ്റെയും നബിയുടെ അത്ഭുതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഅ്ജിസത്തുകൾ സംബന്ധിച്ചും ആ വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഇവിടെയും അദ്ദേഹം ചോദിക്കുന്നത്, ലോകം സൃഷ്ടിക്കും മുൻപ് ആദ്യം ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു തുടങ്ങിയത് എങ്ങനെയെന്ന്. നമ്മൾ ലോകരെല്ലാവരും കൂടി ബൈബിളിൻ്റെ ഒപ്പം പോവുക, ബൈബിൾ മലയാളത്തിനോട് വന്നു നോക്കുമ്പോൾ എല്ലാവർക്കും ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു അതിനോടൊത്തൊന്നും തുടങ്ങിയാൽ പറ്റൂല. ഇസ്ലാമിന് ഒരുപാട് തിരുത്തുകളുണ്ട്. ലോകത്തുണ്ടായ ചരിത്രങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതായ കള്ളച്ചരിത്രങ്ങൾക്കെതിരെ ഒരുപടി തിരുത്തുകൾ പരിശുദ്ധ ഇസ്ലാമിന് നൽകാനുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു തിരുത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവൊളിവാണ് അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടി എന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു ഹദീസുമില്ല. ഇതിനെതിരായി ഉന്നയിക്കപ്പെടുന്ന ഹദീസുകളിലൊക്കെയും ഇത് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അർശിനെ പടച്ചു എന്ന് കാണാം, ലൗഹിനെ പടച്ചു എന്ന് കാണാം. ആ കലമിൻ്റെയും അർശിൻ്റെയും ലൗഹിൻ്റെയും സൃഷ്ടിപ്പൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ മൊത്തമായി ഏതെങ്കിലും ഹദീസിൽ പറഞ്ഞ സൃഷ്ടിപ്പിനെ വിശദമായി വിവരിച്ചുകൊണ്ട് ക്രമപ്രവൃദ്ധമായി വിവരിച്ചു തരുന്ന സൃഷ്ടിപ്പിന്റെ ആ രീതി ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലാണ് കാണാൻ കഴിയുന്നത്. ആ ഹദീസുമായി സംബന്ധിപ്പിച്ച് മറ്റുള്ളതിനെ എല്ലാം വിലയിരുത്തണം. ചരിത്ര നിരൂപകന്മാർ, ഹദീസ് നിരൂപകന്മാർ എല്ലാവരും ആ ശീലിച്ചിട്ടുള്ളൂ. കാരണം എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നറിയുമ്പോൾ ആദ്യത്തെ സൃഷ്ടി അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ നൂറാകുന്നു എന്ന് ആരംഭ നബിതങ്ങൾ. പിന്നെ ഈ നൂറിനെ ചൊല്ലിയാണ്. ഈ നൂറ് പിന്നെ ആദം നബിൻ്റെ മുതുകിൽ വെച്ചു, ഇബ്രാഹിം നബിൻ്റെ മുതുകിൽ വെച്ചു, നൂഹ് നബിൻ്റെ മുതുകിൽ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രകാശം എങ്ങനെയാ മുതുകിൽ? ഇതൊക്കെ ആലോചിക്കണം. എന്ത് പ്രകാശാന്ന് കരുതിയിട്ടാണ് ഇത്? എന്താ വിചാരിച്ച ട്യൂബ് ലൈറ്റാണ്? ഈ ട്യൂബ് ലൈറ്റ് കൊണ്ടുപോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറ് എന്ന് പറയുന്നത്, റസൂലുള്ളാഹിൻ്റെ നൂറ് എന്നതൊരു ബഹുമാനപൂർവ്വമുള്ള ഉപയോഗമാണ്. സംഗതി തിരിയാത്ത ദിവ്യമായിട്ടുള്ള എല്ലാ സംഗതികൾക്കും നൂറ് എന്നാ പറയാം. ഒളിവ് എന്നാ അതിന് സാധാരണ മാപ്പിള ഭാഷ. അതിനാ പണ്ടത്തെ മൂല്യന്മാർ നിങ്ങളെ പ്രകാശമൊന്നും വെക്കാത്തത്. വൗജദ നൂറഹു, നബിയുടെ ഒളിവിനെ എന്നല്ലേ. ഒളിവ് എന്ന് വെച്ചാൽ ഒരു സംശയം വരില്ല. ആരംഭ നബിൻ്റെ ഒളിവ് എന്നാണെങ്കിലോ ആ ഒളിവ് അതിനൊക്കെ പറ്റിയ വാക്കാ. ഹഖീഖത്ത് മുഹമ്മദിയ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ വേണ്ട പരമസത്യം എന്താണോ ആ പരമസത്യം, അവിടുത്തെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാന ബീജം എന്താണോ ആ ബീജം, അവിടുത്തെ ബീജത്തിന്റെ അടിസ്ഥാന കണം എന്താണോ ആ കണം. ഐനു ഐനിൻ ഐനു ഹഖിൻ ഐനു അയാനിൻ ഫമാ ഐനുൻ തറാ അബ്ദൻ അദീമാമൻ ഇലൽ മാലിയാൽ. ഐനു ഐനിൻ ഐനു ഹഖ്, ഇവിടെയുള്ള വസ്തുക്കളുടെ എല്ലാം ഉണ്മക്കടിസ്ഥാനമായിരിക്കുന്ന ഒരു കണം. അക്കണത്തിൽ നിന്ന് വേണം ബാക്കി വസ്തുക്കളൊക്കെ ഉണ്ടാകാൻ. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രീതി. ഇവിടെ തെങ്ങ് എന്ന് പറഞ്ഞൊരു സാധനം അള്ളാഹു താല നിലനിർത്തുന്നുണ്ടല്ലോ. എങ്ങനെയാണ് തെങ്ങിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്? നമ്മൾ മുറ്റത്ത് തൈ വെച്ചിട്ട് ആ തൈ കൊണ്ട് ഉണ്ടായിത്തീരുന്ന തെയ്യ് വളർത്തിയതും സൃഷ്ടിച്ചതും അള്ളയാന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ അള്ളയാണ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ സംവിധാനത്തിലാണ് അള്ളാഹു താലാന്റെ സൃഷ്ടിപ്പ്. ഇനി അള്ളാഹു ഹയാത്താക്കുന്നു നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നേരത്ത് പല നിലയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വസ്തുക്കളിലൊന്നും ചിന്തിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതി പോലും മനസ്സിലാക്കാതെ വരും. ആഖിറത്തിലെ വിശ്വാസവും തകരും. നമ്മളിലൊരാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടിക്കാലം കഴിഞ്ഞ് പല ദശകൾ പിന്നിടുമ്പോൾ ഏതെല്ലാം രൂപം വരുന്നത്. ഇപ്പം കാലില്ലാത്ത മഅദനി നമ്മൾ ആലോചിക്കാം. മഅദനി അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ പോലുള്ള ബുദ്ധിമുട്ടും പീഡനവും അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു താല മോചനം നൽകുമാറാവട്ടെ. നമ്മളൊരു സുഹൃത്ത് മഅദനി
അദ്ദേഹത്തിന് ഇപ്പോൾ കാലില്ലല്ലോ. ഇനി അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ എങ്ങനെയാണ് കൊണ്ടുവരിക? കാലില്ലാതെയാണോ? അതോ കാലുള്ള അദ്ദേഹത്തിന് പ്രസവിപ്പിച്ച നേരത്തുണ്ടല്ലോ, കൊടുത്തിരുന്നല്ലോ, ആ കാലോടുകൂടെയാണോ? ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അപ്പം ഇടക്കാലത്ത് വെച്ച് പോകുന്ന അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കുമോ? ഇല്ലേ? തിരിച്ചു കൊടുക്കുമെങ്കിൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഈ ആളെ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കും? മരിച്ച ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മരിച്ച സമയത്തുള്ള തടിയല്ലേ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അതാണെങ്കിൽ നുരുമ്പി നശിച്ചിട്ടുണ്ടാവുമല്ലോ. ഇത്തരം പ്രശ്നങ്ങളും ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ അടിസ്ഥാന കണമായിട്ട് അല്ലാഹു തആല നമുക്ക് ജന്മം നൽകുമ്പോൾ, നമ്മെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപ്പ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നും അത് തുടങ്ങി അവസാനിപ്പിക്കുന്നത് എവിടെ വന്നാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായി, നമ്മളൊരാളെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന സമയത്ത് നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോരുത്തൻ്റെയും ശരീരത്തിലെ ഒരു ചെറിയ ബിന്ദുവിൽ നിന്നാണ്, ഒരടിസ്ഥാന കണത്തിൽ നിന്നാണ്. ആ അടിസ്ഥാന കണമാണ് ഇവിടുത്തെ വാൽക്കുറ്റി. അത് കുരങ്ങൻ്റെ വാല് മുറിഞ്ഞാന്നൊന്നും പഠിക്കണ്ട. ഇത് വാൽക്കുറ്റി. ഈ വാൽക്കുറ്റി ഇല്ലാത്ത ജീവില്ലല്ലോ. ഈ വാൽക്കുറ്റിയുടെ അടിസ്ഥാന കണത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ അടിസ്ഥാനം വാൽക്കുറ്റിയാണ്. ഈ വാൽക്കുറ്റി ഇനിയും അവശേഷിക്കും, അത് നശിക്കൂല. നശിക്കാത്ത അതിൽ നിന്നാണ് ഇനി നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുക. അപ്പം നമ്മൾ ഓരോരുത്തരും ഹയാത്താക്കുന്നു, ബയസ് ചെയ്യുന്നു, നമ്മളെ അടിസ്ഥാന കണത്തിൽ നിന്നാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വസ്തുക്കൾക്കും അടിസ്ഥാന കണമുണ്ട്. ഓരോ വർഗത്തിനേക്കുള്ള അടിസ്ഥാന കണം ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. ഉദാഹരണമായി, ആദ്യം പ്രപഞ്ചത്തിലുണ്ടാകുന്ന തെങ്ങ്, ആ തെങ്ങ് എവിടെ നിന്നാണ് എന്ന് ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. ശേഷമുണ്ടാകുന്ന തെങ്ങുകളെല്ലാം അത്തെങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങയിൽ നിന്ന് മുളച്ചിട്ടുള്ള തെങ്ങും തേങ്ങകളിൽ നിന്നാണ്. ഇങ്ങനെയാണല്ലോ സൃഷ്ടിപ്പിൻ്റെ രീതി. ആദ്യം ലോകത്തുണ്ടായ മൂച്ചി അല്ലെങ്കിൽ മാങ്ങ, അതെങ്ങനെ ഉണ്ടായി എന്ന് ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയില്ല. ആ മാങ്ങയിൽ നിന്നുണ്ടായ മൂച്ചിയിൽ നിന്നുണ്ടാകുന്നതാണ് പിന്നീട് മൂച്ചി മരങ്ങളായി വന്ന എല്ലാ മൂച്ചികളും. ഇവിടെ ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയാത്ത ഒരടിസ്ഥാന കണമില്ലേ? ഈ അടിസ്ഥാന കണം പ്രപഞ്ചത്തിലെ സകലമാന വർഗങ്ങൾക്കുമുണ്ടെങ്കിൽ മനുഷ്യവർഗത്തിനും അതുണ്ട്. ആ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാന ബിന്ദുവാണ് ആദം അലൈഹിസ്സലാം. അത് കളിമണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിച്ചതെന്ന് അള്ള പറഞ്ഞപ്പോൾ മതം വിശ്വസിക്കുന്ന, ദീൻ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. ആദം നബിനെ അള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ ബീജങ്ങൾ വൈക്കായിട്ട് നമ്മളൊക്കെ ഉണ്ടായി. പക്ഷെ ഈ ബീജങ്ങളിൽ ആദം നബിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തൻ്റെ ബീജം ഉണ്ടല്ലോ. ഇത് സമ്മതിക്കണ്ടേ? ദുഹാബിക്കും സമ്മതിക്കാതിരിക്കാൻ പറ്റൂല. ആദ്യമുണ്ടാകുന്ന തെങ്ങിൽ പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന മുഴുവൻ തെങ്ങുകളുടെയും അടിസ്ഥാന കണമുണ്ടല്ലോ. ഇല്ലാതിരിക്കാൻ പറ്റൂല, ഇല്ലാതിരിക്കാൻ കഴിയില്ല ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ. അപ്പൊ ശാസ്ത്രീയമായി തന്നെ ചിന്തിക്കുമ്പോൾ അടിസ്ഥാന കണം ഏത് വർഗത്തിനും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് മൊത്തമായിട്ടും ഒരടിസ്ഥാന കണം വേണമല്ലോ. ആ അടിസ്ഥാന കണമാകുന്നു അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നബിതങ്ങളെ അള്ളാഹു തആല ആമിന ബീവിയുടെ ഉദരത്തിൽ വെച്ച് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ബീജം, ആ ബീജത്തിൻ്റെ അടിസ്ഥാനപരമായ കണം ഏതാണോ ആ കണമാണ് ഹഖീഖത്തു മുഹമ്മദിയ്യ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിൻ്റെ പരമസത്ത, ആരംഭ നബിയുടെ തിരുശരീരത്തിൻ്റെ പരമസത്ത. അങ്ങനെ മനസ്സിലാക്കാൻ പരിഭാഷയ്ക്ക് ചെയ്താൽ ഉൾക്കൊള്ളൂലേ. ഭാഷയ്ക്ക് നമ്മൾ മറ്റൊരു ഭാഷ പറയുമ്പോൾ പരിമിതികൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൻ്റെ പരമസത്തയായിട്ടുള്ള ആ ബിന്ദുവിനാണ് ഒളിവ് എന്ന് പറയുന്നത്. അതിന് വല്ല ബേജാറാണ്ട. ആരംഭ നബിൻ്റെ ഒളിവ് സൃഷ്ടിക്കാതെ അർശ് സൃഷ്ടിച്ചു പറഞ്ഞാൽ പറ്റൂല. അർശിൻ്റെ മുമ്പ് ആരംഭ നബിയുടെ ഒളിവുണ്ട്. അർശും ലൗഹും അടക്കമുള്ളതൊക്കെ നബിയുടെ ഒളിവിൻ്റെ ഭാഗം ഭാഗിച്ചിട്ടുണ്ടായതാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുണ്ട്. ഇത് ഞാൻ അല്പം ചിന്തിക്കാൻ വേണ്ടി ഒരു ലേശം ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇവിടെ അവസാനിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വളരെ വ്യക്തമായ സനദോടുകൂടെ, വളരെ കൂടുതൽ ആളൊന്നും ഉണ്ടാവില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയിൽ നിന്ന് ഒരു 2 ആൾ കഴിഞ്ഞാൽ മഹാനായ ഹാഫിദ് അബ്ദുർ റസാഖ് എന്നവർക്ക് ഹദീസ് കിട്ടും. ഇങ്ങനത്തെ ഹദീസ് ബുഖാരിയിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഒരു സ്വഹാബിയിൽ നിന്ന് 2 ആൾ കഴിഞ്ഞാൽ ഹാഫിദ് അബ്ദുർ റസാഖ് എന്നവർക്ക് ഹദീസ് കിട്ടി. പിന്നെ മോശപ്പെട്ട ആൾ അവിടെ ഉണ്ടാവില്ല.
ഹാഫിൾ അബ്ദുർ റസാഖ് എന്നവർ ശരിയായ സനദ് സഹിതം തൻ്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ്, ലക്ഷക്കണക്കിന് ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അവ്വലുമാ ഖലഖല്ലാഹ്, അള്ളാഹു പദാർത്ഥ സംബന്ധിയായി സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് ആദ്യത്തെ ബിന്ദു നൂരി, ഒരു റിപ്പോർട്ടിൽ നൂറു നബിയിക, നിന്റെ നബിയുടെ ഒളിവാകുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പം നബിൻ്റെ ഒളിവാകുന്നു ആദ്യത്തെ സൃഷ്ടി എന്ന് ജാബിറിനെ തൊട്ടുദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ, വ്യക്തമായ ഹദീസിൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ടാകുമ്പോൾ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ, അതിൽ നൂറിനെയാണ് ലോക സൃഷ്ടിക്ക് മുൻപ് അള്ളാഹു ആദ്യം പടച്ചത് എന്നതിന് ഇനി തെളിവ് വേണ്ട. അതിന് മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു എന്ന് കേൾക്കണമെങ്കിൽ അർശനെ പടക്കുന്ന ഹദീസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അർശനെ പടക്കുന്ന ഹദീസ് വായിച്ചാൽ ആ അർശനെ സൃഷ്ടിച്ചപ്പോൾ അർശ് ഇളകിയതും അർശ് വിറച്ചതും പ്രകമ്പനം കൊണ്ട് അർശിനെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം എഴുതിയപ്പോഴാണ് അർശിൻ്റെ പ്രളയവും അർശിൻ്റെ വിറയലും നിന്നതെന്നും അതിൻ്റെ തൂണിൽ മുഹമ്മദ് മുസ്തഫ എന്ന്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഖവായിമുൽ അർശിൽ അർശിൻ്റെ തൂണിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂൽ വിവരിച്ചാൽ അർശിനെ പടക്കുമ്പോൾ അർശിൻ്റെ തൂണിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതണമെങ്കിൽ മുഹമ്മദ് എന്ന നാമകരണം അള്ളാഹു സൃഷ്ടികളിൽ ആദ്യം പടക്കുന്ന ഒളിവിനിക്ക് നൽകണം. ആ നൽകിയ പേര് തന്നെയാണത്. അള്ളാൻ്റെ വിധിയിലല്ലെങ്കിലുണ്ട്. എൻ്റെ പേര് നജീബാന്നുണ്ട് അള്ളാൻ്റെ വിധിയിൽ, അതില്ലാതെ പിന്നെ വരൂല. എന്നാൽ തന്നെ മതി, ഇത് പേര് വെച്ചു എന്ന് തന്നെ തിരിയാ. അള്ള പേര് വെച്ചു എന്നല്ലേ? അള്ള പേര് വെച്ചതിനനുസരിച്ചല്ലാതെ ഇവിടെ ലോകത്ത് പേര് വരില്ല. പേരെന്ന് മാത്രമല്ല, ഇവിടെ ഒരു ഇല ഒഴിയൂല. അള്ളാഹുവിൻ്റെ കാലയെ കൂട്ടിയുള്ള അറിവും തീരുമാനവും അനുസരിച്ചല്ലാതെ ഇവിടെ ഒരു ഇല ഒഴിയുകയില്ല. ഖുർആൻ പറയുന്നതല്ലേ. അപ്പം എന്തിരിക്കെ പിന്നെ അള്ളാൻ്റെ റസൂലിനിക്ക് അള്ളാഹു താല പേരച്ചു എന്നറിയുന്നതിൽ അല്പം ചിന്തിക്കുന്നവൻ ചിന്തിക്കന്നെ വേണ്ട. ഇത് വസ്തുതാപരമായി തന്നെ ശരിയായ നിലക്ക് നാമകരണം ചെയ്തത് ആ നാമം എഴുതി വെച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. അതും ഹദീസുകളിലുണ്ട്. ഹാക്കിമും ബൈഹഖിയും മറ്റും നിവേദനം ചെയ്ത ഹദീസുകളിൽ അർശിൻ്റെ തൂണിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്നു എന്ന് ലിഖിതം ചെയ്തതുണ്ട്. അവിടം തൊട്ട് തുടങ്ങുന്നു വാഖറജഹു ഫീ ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദാ. അതിലും കുഴപ്പമുണ്ടോന്നാവോ? അവസാന കാലത്താണ് അള്ളാഹു ആ നബിയെ വെളിക്ക് കൊണ്ടുവന്നത്. അള്ള പണ്ടേ തീരുമാനിച്ചതുപോലെ അള്ളാഹു താല നബിയെ വെളിക്ക് കൊണ്ടുവന്നു. ആഖിർ സമാനിലെ നബിയാണെന്നേ അല്ല ഞാൻ തർക്കണ്ടോ? അള്ളാഹു ആലപ്പത് വരെ കേട്ടിട്ടില്ല. ആഖിർ സമാൻ ആഖിറുൽ അംബിയാ ത്വഹ റസൂലുള്ളാഹി. തർക്കിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ട്. കാരണം ദജ്ജാലിൻ്റെ ഒപ്പൊന്നും അല്ലല്ലോ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ലേ. അപ്പം അള്ളാൻ്റെ റസൂലിനെ അവസാനത്തെ നബിയാക്കി. വൽബസഹു ഖിൽഅത്തൽ ജമാലില്ലതി ലം യുൽബിസ്ഹാ അഹദാ. ആർക്കും ധരിപ്പിക്കാത്ത മുഞ്ചിൻ്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അടയാഭരണങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലിനിക്ക് ധരിപ്പിച്ചു. സാഹിത്യാലങ്കാരത്തിൻ്റെ ചമൽക്കാരമുള്ള സുന്ദരമായ വാക്കുകൾ. ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറൻ വഫർഖദാ. നബിതങ്ങൾ ജനിക്കുമ്പോൾ കതിരോനെയും തിങ്കളിനെയും ഒക്കെ നാണിപ്പിക്കുന്ന വിധമുള്ള സുന്ദരമായ മുഖവുമായിട്ട് ആ നബിതങ്ങൾ പ്രസവിച്ചു. ഈ അലങ്കാര പ്രയോഗത്തിലും വല്ല തർക്കമുണ്ടോന്നാവോ? അള്ളാഹു ആലം, നമുക്കറിയില്ല. കതിരോൻ തിളങ്ങുമോ? അതുപോലെ നബി തിളങ്ങിയിട്ടില്ല എന്നൊക്കെ പറയായിരിക്കും. ഇവരാരും എപ്പോൾ ഏതായാലും ഒപ്പല്ലല്ലോ നബി ജനിക്കുമ്പോൾ. അതുകൊണ്ട് ആ വാക്കിന് അതർഹിക്കുന്ന വില നൽകിയാൽ മതി. അലങ്കാര പ്രയോഗപ്രകാരം ഇതൊക്കെ വളരെ സാധാരണമാണ്. ഇന്ന് നടക്കുന്ന നമ്മളെ കൊണ്ടും കൂടിയൊക്കെ പറയാം. അങ്ങനെ കതിരോനെ വെല്ലുന്ന തരത്തിലുള്ള ചൊങ്ക്, ചന്ദ്രനെ വെല്ലുന്ന തരത്തിലുള്ള മുഖം എന്നൊക്കെ ഇന്നും വർണ്ണിക്കാറുണ്ട്. വർണ്ണനയെങ്കിലും സ്വീകരിച്ചൂടെ? ആരംഭ നബിക്ക് ശരിയായ വെളിച്ചം തന്നെ ഉണ്ടായിരുന്നു, അത് കഥ മാറി. ഇനി വിഷയത്തിലേക്ക്. ആരോപണ വിഷയം അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം വഖ്തഖറ ബികൗനിഹി വാലിദാ വസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ വകാന ഫീ സുൽബി ഇബ്രാഹീം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസാറ ലഹുബുഹാ മുഹമ്മദാ. ആദം നബി, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള ഈ പ്രധാനപ്പെട്ട 2-3 പ്രവാചകന്മാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത സംഭവമാണ് ഈ പറയുന്നത്.
ആദം നബി തവസ്സുൽ ചെയ്ത ആളാണിത്. ആ തവസ്സുൽ ചെയ്ത ആളുടെ വാപ്പ ഞാനായല്ലോ എന്ന നിലക്ക് ആദം നബി പത്രാസ് പ്രകടിപ്പിക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമും തവസ്സുൽ ചെയ്തു. അങ്ങനെ ഹലാക്കിൽ നിന്നും നാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു പിന്നീട് നബി. ഹീന ഉൽഖിയ ഫിന്നാർ, തീയിലിടപ്പെടുന്ന ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങളുണ്ട്. ഫഅദ, അതുകൊണ്ട് ഫഅദ വസ്വാറ ലഹു ബുഹാ മുഹമ്മദാ, ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് ഇബ്രാഹിം രക്ഷപ്പെടേണ്ടത് എന്തിനാണോ ആ തിരുഒളിവിനെ വഹിച്ചിട്ടുള്ള പേടകമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ തീയിനെ ശമിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ തീയ്, അതിൻ്റെ ആളിക്കത്തലൊക്കെ അടങ്ങി പൊലിഞ്ഞുപോയി. ഇതിപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മദ്ഹ. ആദ്യം സൃഷ്ടിച്ചത് നബിയുടെ ഒളിവ്, പിന്നീട് അവസാനം പ്രപഞ്ച ലോകത്തേക്ക് കൊണ്ടുവരുന്നത് മുഖത്തോടുകൂടെയുള്ള സുന്ദര മുഖത്തോടുകൂടെയുള്ള നബി. അങ്ങനത്തെ നബി, മനുഷ്യവർഗത്തിൻ്റെ പിതാവ് ആദം അലൈഹിസ്സലാം എന്ന ആദ്യ പിതാവ് തവസ്സുൽ ചെയ്തയാളാണ്. ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ മുർസലായ നൂഹ് നബി രക്ഷപ്പെട്ടത് അവിടുത്തെ സഹായം തേടിയതുകൊണ്ടും അവിടുത്തെ തവസ്സുൽ ചെയ്തതുകൊണ്ടുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മേൽ തീ രക്ഷയായിട്ട് ഭവിച്ചത് ആരംഭ നബി മൂലമാകുന്നു. ഈ വസ്തുതകൾ നബിയെ പ്രകീർത്തിക്കുന്നതിൽ ഏറ്റവും മുന്തിയ പ്രകീർത്തനാണ്. പക്ഷേ ഇത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറയുന്നത്. എത്ര തവണ ഇത് നമ്മൾ വിവരിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത സംഭവം ഇമാം ഹാക്കിം നിവേദനം ചെയ്തു സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. നമ്മളൊരു 1000 തവണ ഇസ്തിശ്ഫാഇന്റെ വിഷയത്തിൽ എല്ലാപ്പോഴും എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പം ആദം നബി അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ ചെയ്തു എന്നത് ഹാക്കിം നിവേദനം ചെയ്തിട്ട്, ബൈഹഖി നിവേദനം ചെയ്തിട്ട് സ്വഹീഹായ സനദെന്ന് ആ സനദിനെ കുറിച്ച് പ്രഖ്യാപിച്ച ഹദീസിലുള്ളതാണ്. അപ്പം ആരം നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തു ആദം നബി, അതുമൂലം രക്ഷപ്പെട്ടു. അതുമൂലം രക്ഷപ്പെട്ടു പറയുമ്പോൾ കുറച്ച് പ്രയാസമുള്ളൂ. ഖുർആനിൽ റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നാണ് ഖാല ആദം നബി ഹവ്വാ ബിവിയും പറഞ്ഞത്. അതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ട് അതിനെതിരാണ് നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്ന്. ഇതുവരെ ആയത്തൊന്ന് സംബന്ധിപ്പിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലാഹു തആല പറയുന്നത് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ നിന്ന് പിടിച്ചെടുത്തു. കലിമാത്തിൻ, ഏതാനും വാക്യങ്ങൾ ആദം നബി അലൈഹിസ്സലാം പിടിച്ചെടുത്തു. ഒരു 3 വാക്യമെങ്കിലും പ്രയോഗത്തിൻ്റെ നില അനുസരിച്ച് വേണം. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് അല്ലാഹു തആല പറയുന്നത് അർത്ഥവത്താകണമെങ്കിൽ വളരെ ചുരുങ്ങിയത് 3 കലിമത്തുകളെങ്കിലും വേണം. അതിലൊരു കലിമത്താണ് റബ്ബനാ ലലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു, നീ പൊർത്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെടും കേട്ടോ, പൊറുക്കണേ എന്ന് തേടിയത്. ഇത് തൗബയുടെ പശ്ചാത്താപത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്, മനസ്സറിഞ്ഞ പ്രാർത്ഥന. ഇതൊരു കലിമത്താണ്. ഈ ഒരൊറ്റ കലിമത്ത് അല്ലാഹു തആല ഉപയോഗിച്ചത് കൊണ്ട് ചുരുങ്ങിയത് 3 കലിമത്തെങ്കിലും ആദം നബി അലൈഹിസ്സലാം പിടിച്ചെടുത്തു എന്ന് അല്ലാഹു പറഞ്ഞ ആ കലിമത്തിൽ 2 വേറെ കിട്ടണ്ടേ? നന്ന ചുരുങ്ങിയത് 2 10 വരെ പോകാം. കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 കലിമത്തുകൾ വരെ പോകാവുന്ന കലിമത്തുകൾ അല്ലാഹുവിൽ നിന്ന് ആദം നബി പിടിച്ചെടുത്തു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു കലിമത്താക്കി പിടിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ്, അല്ലാഹുമ്മ ബിഹഖി മുഹമ്മദ്, മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് ഇല്ലാമാ ഗഫർതലി, എനിക്ക് പുറത്തു തന്നെ തരണം പടച്ചോനെ എന്ന് ആദം നബി അലൈഹിസ്സലാം ഇഖ്സാമിന്റെ സബീൽ ആണയിട്ട രീതിയിൽ ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു പ്രാർത്ഥിച്ചു. അപ്പം അല്ലാഹു മുഹമ്മദിനോട് കിട്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ അർശിൻ്റെ തൂണുമ്മ കണ്ടിട്ട് കിട്ടിയതാണ്. അപ്പം നിന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലാതെ നീ ചേർക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഖൽഖ് മുഹമ്മദാണെന്ന് മനസ്സിലാക്കിയാണ് ഞാനിങ്ങനെ അത് കണ്ട് തവസ്സുൽ ചെയ്ത് എന്ന് പറഞ്ഞ്. ശരിയാണ്, അവരെൻ്റെ സൃഷ്ടിയാണ്, ഏറ്റവും പിരിശപ്പെട്ട സൃഷ്ടി. ലൗലാഹുമാ ഖലഖ്തുക, ആ മുഹമ്മദ് ഇല്ലെങ്കിൽ, ആ മുഹമ്മദ് വരാൻ നിശ്ചയമില്ലെങ്കിൽ, ആ മുഹമ്മദിന്റെ ബാപ്പയാകാൻ നിയോഗമില്ലെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നുവെന്ന് അല്ലാഹു തആല പറഞ്ഞുവെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ വാചകം ഹാക്കിം നിവേദനം ചെയ്ത ഹദീസ്. ഹാക്കിം നിവേദനം ചെയ്ത ഹിജ്റയുടെ 400 തൊട്ട് ഇന്ന് വരെയും നമ്മുടെ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചു വരുന്ന ഹദീസാണ്.
നമ്മുടെ ഫുഖഹാ ഫിഖ്ഹിന്റെ മസലകൾ വിവരിക്കുമ്പോൾ പോലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ സ്വഹീഹായ ഹദീസ് എന്ന് ഹദീസിന്റെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഒരു നിരൂപകനാകുമ്പോൾ ആ നിരൂപകൻ നിരൂപിച്ചിട്ട് സ്വഹീഹായ സനദുള്ള ഹദീസ് എന്ന് പറഞ്ഞതിൽ ആദം നബി തവസ്സുൽ ചെയ്തതുണ്ട്. ആദം നബി തവസ്സുൽ ചെയ്തിട്ട് രക്ഷപ്പെട്ടത് അതുകൊണ്ട് സമ്മതിക്കാം. വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ വകാന ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകൻ രക്ഷപ്പെട്ടതും അള്ളാഹുവിന്റെ റസൂൽ മൂലം കിട്ടിയ സഹായമാണ്. അള്ളാഹുവിന്റെ റസൂൽ മൂലം കിട്ടിയതാകുന്നു. അതാണ് ഇപ്പൊ ഇതിലെ ആശയം. വസ്തഗാസ ബിഹി എന്ന് പറയുമ്പോൾ പേടിച്ചൊന്നും വേണ്ട. വസ്തഗാസ ബിഹി ആദം നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടി. അള്ളാന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടിയിട്ട് സകല പ്രവാചകന്മാരും വന്നിട്ടുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല തഫ്സീറുകളിലുമുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയുള്ളവർ രക്ഷപ്പെട്ടതിന്റെ കാരണവും ആരംഭ നബിയുടെ തിരുവൊളിവാണെന്നും ആരംഭ നബി മൂലമാണെന്നും ചരിത്രഗ്രന്ഥന്മാരും ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം ഖസ്ത്വലാനി തൻ്റെ മവാഹിബിൽ ആദം നബിക്ക് രക്ഷപ്പെട്ടതും ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടതും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തിയതിൽ വസ്തഗാസ ബിഹി നൂഹുൻ എന്ന് തന്നെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. ആ മുഫസ്സിറുകൾ എഴുതിയതാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിനെ വിശദീകരിച്ചു കൊണ്ടുള്ള ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി അത്തവസ്സുൽ എന്ന അബു മർസൂഖ് എന്നവരുടെ കിതാബ് നോക്കിയാൽ അതിൻ്റെ 187 പേജിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളിതൊക്കെ ഉദ്ധരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിധം മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവിനും അതിനു മുൻപുള്ള മൗലിദുകളുടെ രചയിതാക്കൾക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നൂഹ് നബി സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടുവെന്നും ഇബ്രാഹിം നബി അള്ളാൻ്റെ റസൂലിൻ്റെ മുതുക് പേറിയതുകൊണ്ട് റസൂലിൻ്റെ ഒളിവ് പേറിയതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടുവെന്നും പറയുന്നതിന് പന്തികേടൊന്നുമില്ല. ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അത് ഉറപ്പല്ലേ. ആദം നബിൻ്റെ ശേഷം നൂഹ് നബിൻ്റെ മുതുകിലാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ഒളിവ് വന്നതെങ്കിൽ ഈ ഒളിവും പേറി നിൽക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് ആ ഒളിവ് മറ്റൊന്നിലേക്ക് പോകാതെ ഇതൊരിക്കലും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മരണം ഉണ്ടാവില്ല. ഇതങ്ങനെയാണ് പ്രവാഹം. അള്ളാൻ്റെ റസൂലിൻ്റെ ഒളിവ് പോരാതെ നൂഹ് നബിയുടെ മരണം ഉണ്ടാവില്ല. സൃഷ്ടിപ്പിൻ്റെ രഹസ്യം നമുക്ക് അടിസ്ഥാനപരമായി മതത്തിൽ നിന്ന് കിട്ടിയാൽ ആ വ്യവസ്ഥിത പ്രകാരമുള്ള ഒഴുക്ക് അനുസ്യൂതം ആബായിൽ നിന്ന് പിതാക്കളിൽ നിന്ന് മാതാക്കളിലൂടെ ഒഴുകുന്നത് ബീജങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നൂഹ് നബിൻ്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും ഇബ്രാഹിം നബിൻ്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ എന്ന അവരുടെ ഓമന പുത്രന്റെ ബീജമുണ്ടല്ലോ, ആ ബീജം അതിൻ്റെ സ്ഥാനത്തേക്ക് ചലിക്കാതെ ഈ രണ്ട് പ്രവാചകന്മാർ മരിക്കൂല. തീയിലിട്ടിട്ട് കാര്യമല്ല, തീയിലിട്ടാലും മരിക്കൂല. അപ്പം നബിയുടെ ഒളിവ് ആഖിർ സമാനിൽ പടക്കാൻ പോകുന്ന നബിയുടെ ഒളിവ് പേറുമ്പോൾ ആ നബിയുടെ ഒളിവ് പേറിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് തന്നെ രക്ഷപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ലോകത്തിൻ്റെ സിട്ടിപ്പിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ അർത്ഥത്തിലും ശങ്കിക്കേണ്ടതില്ല. റിവായത്ത് തന്നെ വന്നിട്ടുണ്ടെന്നും ഇമാമുകൾ രേഖപ്പെടുത്തിയതെന്നും പഠിച്ചാൽ മങ്കൂസും അതിനെതിരെ ചാടി വീഴേണ്ടതുമില്ല. ഇത് കേൾക്കുമ്പോൾ ഇത്തരം ഹദീസുകൾ, ഇത്തരം റിപ്പോർട്ടുകൾ ഇതൊക്കെ ലൈഫാണ്, അല്ലെങ്കിൽ മൗദൂഅ്, അല്ലെങ്കിൽ ലൈഫ്, അല്ലെങ്കിൽ മൗദൂഅ്. ഈ സോക്കേട് ആദ്യം മാറ്റണം. ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട റസൂലിൻ്റെ സവിശേഷ സ്ഥാനങ്ങളും സവിശേഷ പ്രത്യേകതകളും വിവരിക്കുന്നതാണ് മൗലിദ്. മൗലിദിൻ്റെ വിഷയങ്ങൾ തന്നെ അതാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കം പറഞ്ഞല്ലോ, നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആ സമയത്തെ സംഭവങ്ങളും അത്ഭുതങ്ങളും വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മൗലിദ് എന്ന് പേര് വരുന്നത് എന്ന്. അപ്പം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബിയുടെ എല്ലാ പ്രത്യേകതകളും സവിശേഷതകളും വിവരിക്കുന്നിടത്ത് അവിടെ തർക്കം ഉന്നയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പിരാന്താണ് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്. അതൊരു സോക്കേടാണ്, അതൊരു ജാതി സോക്കേട് തന്നെയാണ്. കാരണം ഒരസൂയൻ്റെ സോക്കേടിനെ ഇത് ഉത്ഭവിക്കുള്ളൂ, അല്ലാതെ വേറൊരു നിലക്കും ഇത് വരില്ല. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇമാം നവവി ഉദ്ധരിക്കുന്നു. ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറഞ്ഞത് ഇമാം നവവി ഉദ്ധരിക്കുന്നു. രണ്ടാളും വൽപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ഇമാമുൽ ഹറമൈൻ തങ്ങൾ പറയുന്നു, ഖാലൽ മുഹഖിഖൂൻ,
പരിണിതപ്രജ്ഞരായ പണ്ഡിതന്മാരൊക്കെയും പ്രസ്താവിച്ചിട്ടുണ്ട്. ദിക്റുൽ ഖിലാഫ് ഫീ മസായിലിൽ ഖസായിസി ഖബുത്തുൻ ലാ ഫായിദത ഫീഹി. സവിശേഷതകൾ വിവരിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ സവിശേഷതകൾ വിവരിക്കുമ്പോൾ ആ സവിശേഷതകളുടെയും സ്ഥാനമാനങ്ങളുടെയും കാര്യത്തിൽ തർക്കമുന്നയിക്കുന്നതും ഖിലാഫ് പറയുന്നതും ഒരു തരം പിരാന്താണ്. ലാ ഫായിദത ഫീഹി, ഒരു കാര്യവും ഉപകാരം അതിലില്ല. ഫഇന്നഹു ലാ യതഅല്ലഖു ബിഹി ഹുക്മുൻ നാജിസുൻ തമസ്സുൽ ഹാജതു ഇലൈഹി. ആവശ്യം സ്പർശിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിധി അള്ളാന്റെ ദീനിൽ ഇതുകൊണ്ട് പിടിക്കാമല്ലോ. അള്ളാന്റെ ദീനിന്റെ ഒരു വിധി പിടിക്കാൻ വല്ലതുണ്ടോ ദീന്? ആദം നബി അലൈഹിസ്സലാം നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്നതിൽ നിന്ന് നമുക്ക് ഒരു വിധിയും പിടിച്ചെടുക്കാനല്ല. ആദം നബി തവസ്സുൽ ചെയ്തത് കൊണ്ടാണ് നമ്മൾ തവസ്സുൽ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയണില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തവസ്സുലിന്റെ ബാബില് ആദം നബി തവസ്സുൽ ചെയ്തത് കൊണ്ടാണ് നമ്മൾ തവസ്സുൽ ചെയ്തത് എന്ന് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ആദം നബി ചെയ്തോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതൊന്നും നമ്മളുടെ പ്രമാണത്തിൽപ്പെട്ടതല്ല. ആദം നബിയുടെ മക്കൾ ചെയ്തതോ ആദം നബി ചെയ്തതോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ആദം നബി തവസ്സുൽ ചെയ്തിട്ടുള്ള ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തവസ്സുൽ സുന്നത്താണെന്നും തവസ്സുലിന് മോശമില്ലെന്നും അത് അമ്പിയാക്കന്മാരുടെ സമ്പ്രദായമാണെന്നും സ്ഥിരീകരിക്കുകയാണ് നമ്മുടെ ഇമാമുകൾ. ആദം നബി മുതൽക്കേ നടന്നു വരുന്നതാണ് തവസ്സുൽ എന്ന സമ്പ്രദായം എന്ന് മാനവിക ചരിത്രം ഉദ്ധരിക്കുന്നതാണ് നമ്മുടെ ഇമാമുകൾ. എന്നല്ലാതെ ഇതുപോലത്തെ സംഭവങ്ങൾ കൊണ്ട് ഇവിടെ പ്രത്യക്ഷത്തിൽ വിധിയും നമ്മൾ സ്ഥാപിക്കുന്നില്ല. വിധി സ്ഥാപിക്കാനില്ലെന്നിരിക്കെ ഒരു വ്യക്തിയുടെയോ വ്യക്തിത്വത്തിൻ്റെയോ പ്രത്യേകതകളും സ്ഥാനമാനങ്ങളും പറയുന്നതിൽ തർക്കിക്കുന്നത് ഒരു തരം സോക്കേടാണ്. ഒരു വിധി കൽപ്പിക്കൽ അനിവാര്യമായിട്ടുള്ള വല്ലതുമുണ്ടോ അതിലാണ് തർക്കം വരേണ്ടതുള്ളൂ, അതിലാണ് തർക്കം ഉന്നയിക്കേണ്ടതുള്ളൂ. പ്രമാണങ്ങൾ എങ്ങനെയാണോ പറഞ്ഞത് അതിനെ പിൻപറ്റപ്പെടുകയാണ് സവിശേഷ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും പറയുന്നതിൽ വേണ്ടത്. ഇത് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹർമൈനി മുഹക്കിക്കുകളായ പണ്ഡിതന്മാരൊക്കെ പ്രസ്താവിച്ചതായി പറഞ്ഞ് ഉദ്ധരിക്കുന്നത് ഇമാം നവവി തൻ്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് പേജ് 65 തന്നെ ആമുഖമായി പറയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ ഖസായിസും സ്ഥാനമാനങ്ങളും വിവരിക്കുമ്പോൾ ചരിത്രകാരന്മാരെല്ലാവരും ഉദ്ധരിക്കുന്നത് ചരിത്ര പണ്ഡിതന്മാർ അവർക്ക് കിട്ടിയ പ്രമാണപ്രകാരമുള്ള ഉദ്ധരണികളെയാണ്. ഇവിടെ ഹദീസ് സ്വഹീഹാണോ ദഈഫാണോ മൗദൂ ആണോ എന്ന നിരൂപണം തന്നെ പിരാന്ത. ആ നിരൂപണത്തിന് തന്നെ സ്ഥാനമല്ല. ഹദീസ് പ്രമാണമാണോ അല്ലേ നോക്കേണ്ടത് വരുന്നത് എപ്പോഴാണ്? അതുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്രത്തിൽ ഒരു വിധി സ്ഥാപിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസശാസ്ത്രപരമായിട്ടുള്ള ഒരു തത്വം സ്ഥാപിക്കേണ്ടി വരുമ്പോൾ, അപ്പോൾ ഒരു വിധി സ്ഥാപിക്കേണ്ടി വരുമ്പോഴേ അത് ഹദീസ് ദഈഫാണോ നോക്കേണ്ടി. ഒരാളുടെ സ്ഥാനമാനം മനസ്സിലാക്കാൻ എന്തിനാ നമുക്ക് ഇത്ര പ്രമാണയോഗ്യമായ ഹദീസ് കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെയും വലിച്ചെറിയേണ്ടി വരുമല്ലോ. ഇവിടെ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും ഏത് ചരിത്ര ഗ്രന്ഥം പിടിക്കാൻ പറ്റുക? ഇവിടെ മിക്ക റസൂലുള്ളാഹിന്റെ ചരിത്ര ഗ്രന്ഥങ്ങളുടെയും അവലംബം ഇബ്നു ഹിഷാമിന്റെ ചരിത്രമാണ്. ഇബ്നു ഹിഷാമിന്റെ സീറയുടെ അവലംബമാകട്ടെ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്ന താബിഈ പണ്ഡിതന്റെ സീറയാണ്. അപ്പൊ സീറത്ത് ഇബ്നു ഇസ്ഹാഖ് ആധാരമാക്കിയിട്ട് ചുരുക്കിയിട്ട് അതിൽ നിന്ന് സീറത്ത് ഇബ്നു ഹിഷാം എന്ന ഇബ്നു ഹിഷാമിന്റെ സീറ രചിച്ചപ്പോൾ ആ സീറയിൽ നിന്നുള്ള വിഷയങ്ങൾ ഓരോരുത്തർ താല്പര്യപ്പെട്ട വിഷയങ്ങൾ ക്രമീകരിച്ചു വന്നതാണ് മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളും നബിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങളൊക്കെ. ദലായിലുൻ നുബുവ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിവരണം. ഇത് സീറത്ത് ഇബ്നു ഹിഷാമിന്റെ ഖത്മ് അൽ ഇൽമാം ഫീ ഖത്മി സീറത്ത് ഇബ്നു ഹിഷാം, ഇബ്നു ഹിഷാമിന്റെ സീറയുടെ ഖത്മ് എന്ന നിലയിൽ അത് അവസാനിപ്പിക്കുന്ന നേരത്ത് മഹാനായ ഇമാം സഖാവി ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉത്തമ മാതൃകയുള്ള ശിഷ്യൻ, പിരിശപ്പെട്ട ശിഷ്യൻ മഹാനായ ഇമാം സഖാവി, 8-ാം നൂറ്റാണ്ടിലെ പ്രധാന പണ്ഡിതൻ ഹാഫിദ് മഹാനായ സഖാവി അവർ വിശദമായി വിവരിച്ചിട്ടുണ്ട്. സീറത്ത് ഇബ്നു ഹിഷാമിൽ നിന്ന് ചുരുക്കി വന്നത് അദ്ദേഹം വിവരിച്ചതുപോലെ സീറത്ത് ഇബ്നു ഹിഷാമിൽ ഈ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഹദീസ് ദഈഫാ മറ്റാന്നറിഞ്ഞ് ഉത്തരവാ നമുക്ക് എന്ത് വിവരം കിട്ടാനാ? നമ്മളെ കാലത്തേക്ക് എത്തിയ മിക്ക ഹദീസും ദഈഫാ. ഒറ്റ ഹദീസും സ്വഹീഹായിട്ട് കിട്ടൂല എന്ന് തന്നെ പറയാ. കാരണം ബുഖാരി ഇമാം തൊട്ടോ അബൂദാവൂദ് തൊട്ടോ നസായി തൊട്ടോ ഇന്നുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ തൊട്ട് നമ്മൾ വരെ എണ്ണുന്ന ആ പിതാക്കന്മാരെ സനതുണ്ടല്ലോ, അതിൽ മുഹദ്ദിസീങ്ങൾ സ്വഹീഹാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. കുട്ടി ബുഖാരിന്റെ ഹദീസ് നമ്മളെത്തിയ ദഈഫാ, മൗദൂആണ്. മൗദൂ എന്ന് പറഞ്ഞാൽ എന്തേ വേണ്ടു? ഹദീസിൽ കളവ് പറയൽ ഒരിക്കലെങ്കിലും സ്ഥിരപ്പെട്ട ആള് പിന്നെ എന്ത് ഹദീസ് പറഞ്ഞാലും അതൊക്കെ മൗദൂആ. വ്യാജ നിർമ്മിതമൊന്നും പഠിക്കാതെ അങ്ങനെ ഓരോന്ന് ഉദ്ധരിച്ചിട്ട് പറയാനും പറ്റൂല. ഹദീസ് മൗദൂ എന്ന് പറഞ്ഞാൽ അപ്പം പരിഭാഷ ചെയ്ത് വ്യാജ നിർമ്മിതം.
ഇന്ന് മനുഷ്യൻ വിചാരിക്കുന്നത് എന്താ, ഇത് ഈ ഹദീസ് അങ്ങനെ തന്നെ വ്യാജനിർമ്മിതാണ്. അല്ല, അങ്ങനെ ആരും നിർവഹിച്ചിട്ടില്ല. മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ശാസ്ത്രത്തിൽ വല്ലപ്പോഴും ഒരു കളവ് അയാളെ നിരൂപിച്ച പണ്ഡിതന്മാർക്ക് കണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞാൽ അയാളെ മേൽ നമ്പർ ഇട്ടു, ഇയാൾ ഹദീസിൽ കളവ് പറഞ്ഞ ആളാണ്. ഇനി ഇയാൾ ബുഖാരിയിലെ ഹദീസ് പറഞ്ഞാലും അത് മൗദൂആ. അതിന് ബുഖാരിയിലെ ഹദീസ് സ്വഹീഹ് അല്ല എന്ന് പറയാൻ പറ്റൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ബുഖാരിയിലെ ഹദീസ് വരെ മറ്റൊരാളുടെ ഗന്ധത്തിലെത്തുമ്പോൾ മൗദൂആകും. ഇപ്പൊ ബുഖാരിന്റെ ഹദീസ് നമ്മളെടുത്തെത്തിയപ്പോൾ മൗദൂആകാത്തൊരൊറ്റ ഹദീസ് ഉണ്ടാവില്ല എന്നാ എൻ്റെ നിരൂപണം. അതാണെങ്കിൽ ചോദ്യം ചെയ്യാട്ടോ നിരൂപണം. കാരണം എനിക്ക് ബുഖാരി ഓതിത്തന്ന ഗുരുവര്യന്മാർ വരെയുള്ള പരമ്പരയിലെ മുഴുവൻ ആളുകളെയും അവരെത്ര വലിയവരും വിശുദ്ധന്മാരും നല്ലവരുമാണെങ്കിൽ പോലും മുഹദ്ദിസീങ്ങൾ വലിച്ചെറിയുന്നവരായിരിക്കും. കാരണം മുഹദ്ദിസീങ്ങൾ വലിച്ചെറിഞ്ഞ് ചിട്ട അതൊന്ന് പഠിക്കുമ്പോഴേ തിരിയുള്ളൂ. മുഹദ്ദിസീങ്ങൾ ഒരാളെ പിടിക്കണമെങ്കിലുള്ള ചിട്ട അവരുടെ പരമ്പര തിരിയുമ്പോഴല്ലേ തിരിയുള്ളൂ. അവരുടെ നിരൂപണത്തിൻ്റെ വില വെച്ച് നോക്കിയാൽ നമ്മളെ ഉസ്താദുമാർ പരമ്പരയിലുള്ളവരൊക്കെ, ഇനി ഞാനൊക്കെ വരുന്ന പരമ്പരയല്ലേ എൻ്റെ കീപ്പെട്ടുള്ളവർക്ക് കിട്ടുക, എന്നെയൊക്കെ വല്ല മുഹദ്ദിസ് കൊടുക്കുമോ, വല്ല കണക്കിലും കിട്ടുമോ? അപ്പം എന്നീന്ന് ബുഖാരി ഓതിയിട്ടുള്ളവർ വല്ലോലും ഉണ്ടെങ്കിൽ ഓലൊക്കെ പഠിച്ചത് മൗദൂആയ ഹദീസ്. കാരണം സനദിൽ ഞാൻ ഉണ്ടല്ലോ. ഇതാണ് ഹദീസുകളുടെ മൗദൂഇൻ്റെ നില. പക്ഷേ കിതാബ് എഴുതി വെച്ചത് കൊണ്ട് മാത്രം കിതാബിനെ അവലംബിക്കാൻ ഇത് നമുക്ക് ഉദ്ധരിക്കാം. ഹദീസ് സ്വഹീഹായതിന് മൗദൂആന്നറിയില്ല. കാരണം നമ്മൾ പറയലെന്നെ എനിക്ക് പരമ്പര വൈക്ക് കിട്ടിയത് എന്നല്ല, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് എന്നാ. അപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ്, അബൂദാവൂദിലെ ഹദീസ്, നസായിലെ ഹദീസ്, ഇബ്നു മാജയിലെ ഹദീസ് എന്ന് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഹദീസ് വന്നാൽ ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതാണെന്ന് സ്ഥിരപ്പെട്ട് ഉറപ്പായിടത്തോളം കാലം ആ ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് സ്വഹീഹ് എന്ന് പറയാനേ ഇപ്പം നിവൃത്തിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ മൗദൂആണ്, ലഈഫാണ് എന്നൊക്കെ പറയുന്നത് ഇമാമുൽ ഹറമൈനി ഉദ്ധരിച്ചതുപോലെ ഒരു തരം ഖബത്താണ്, ഒരു തരം പിരാന്ത്. ആ പിരാന്തിൽ നിന്ന് ഉത്ഭൂതമായതാണ് ഇതൊക്കെ. അല്ലെങ്കിൽ തന്നെ നമുക്ക് മതപരമായ വിധി പറയാനില്ലാത്ത ഹദീസുകളെ സംബന്ധിച്ച് എന്താണ് ഇങ്ങനെ നിരൂപണം നടത്താൻ? അത് സോക്കേടുകൊണ്ട് തന്നെയല്ലേ. എന്താ നബിക്ക് അങ്ങനെ സ്ഥാനം കിട്ടാൻ തന്നെ? ആദം നബി നബിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു പറഞ്ഞാൽ നമുക്ക് വല്ല ഛേദമുണ്ടോ കൂട്ടരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നമ്മളെ വല്ലിന് നഷ്ടം വന്നുകണോ? ആദം നബി അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ട് അള്ളാഹ് ആദം നബിക്ക് പുറത്തു കൊടുത്തു. ഇതല്ലേ പറയുന്നത്? ഇങ്ങനെ പുറത്തു കൊടുത്തു എന്ന് കിട്ടിയാൽ മാക്സിമം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താണ്? ആദം നബി എന്ന ആ പിതാമഹന്റെ എത്രയോ പരമ്പര താഴെയുള്ള മക്കൾ പരമ്പരയിലെ ത്വാഹ റസൂലുള്ളാഹി എന്നവരെ കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു തആല ബഹുമാനിച്ചു. അപ്പോൾ നബി എത്ര മഹാനാൻ, ഇത്രയല്ലാടെ കിട്ടാനുള്ളൂ. ഇത്തരം മങ്കിബത്തോ സ്ഥാനമോ ഹസായിസോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ അസൂയ തോന്നുന്നവർക്കല്ലാതെ അത്തരം ഹദീസുകളെ നിരൂപണം നടത്തി തർക്കമുന്നയിക്കാൻ വഴിവരില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞത് ഇവിടെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മങ്കൂസ് മൗലിദിലെ എല്ലാ ഹദീസിൻ്റെ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒരുവിധ ഹദീസിനൊക്കെ ഏറിയാ പറയാണ്ടാകുക ലഈഫ് മൗദൂഇ എന്നല്ലേ. പരമ്പരയിൽ കളവ് പറഞ്ഞ് സ്ഥിരപ്പെട്ട ഒരാൾ വന്ന പരമ്പരയാണ് എന്ന് പറഞ്ഞാൽ മൗദൂഇ. ആളൊന്നും ഇവിടെ ചോദിക്കൂല കേട്ടോ, ബലാണ് പറയല മൗദൂഇ. ഓൽക്കറ്റെ ഇന്ന ആള് ഇന്ന പരമ്പരയിൽ കിട്ടിയിരിക്കണെന്ന് മനസ്സിലായിട്ടാണോ ഈ പറയുന്നത്? ഇതൊക്കെ ഇവരോട് തിരിയണമെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇതുപോലത്തെ സാസ്തൊന്നും വ്യക്തമായി പറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കുറച്ച് ഈ വഹാബികളെ ഒരു ലേശമൊന്ന് ഹദീസുകൾ എങ്ങനെയാണ് ലഈഫ് മൗദൂഇ എന്നൊക്കെ ഒന്ന് ഓലോടൊന്ന് ചോദിച്ച് ഓല നിരൂപണം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ചോദിച്ച് അന്വേഷിച്ച് പിടിക്കാൻ ഓലൊന്ന് കിട്ടണം. എന്നിട്ട് നേരിട്ട് അവരുമായി ലേശം ഒരു സംവാദം നടക്കണം. അതിനുള്ള വഴി നിങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഉണ്ടാക്കി തരികയാണെങ്കിൽ വളരെ സഹായനു. ഞങ്ങൾ എങ്ങനെ വിളിച്ചിട്ടു എങ്ങനെ നോക്കിയിട്ടു ഇട്ടനെ കിട്ടണില്ല. ഇതൊരു വല്ലാത്ത അത്ഭുതമാണ്. സ്റ്റേജുമ്പോൾ കയറിയിട്ട് തോന്നിയാസം പറഞ്ഞ് ഇന്ന ആളുണ്ട്, ആ ആളുണ്ടായതുകൊണ്ട് മൗദൂഇ, ആ ആളുണ്ടായതുകൊണ്ട് ലഈഫ് എന്ന് പറയുന്നു എന്നല്ലാതെ ലഈഫ് എന്ത് മൗദൂഇ എന്ത് അങ്ങനെ നിരൂപിക്കേണ്ട ആവശ്യം എന്തിന്? എത്തരം ഹദീസുകൾക്കാണത് നോക്കേണ്ടത്? എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അങ്ങനെ നിരൂപണം നടത്തുന്നത് എന്നൊന്നും ചിന്തിക്കാതെ പഠിക്കാതെ സാധാരണക്കാരായിട്ട് വട്ടം കിടക്കുകയാണ്. അവർ മൗദൂഇ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചത് എന്തോ മലക്കട്ടേറ്റാണോ എന്ന്. ആ നിലക്ക് മൗദൂഇ മറ്റേ എന്ന് പറയാം. ഇങ്ങനെ ജനങ്ങളെ വട്ടം കറക്കുന്ന ആ പുലിവാരിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ കുറച്ചിട്ടനെ കിട്ടിയേ ആവശ്യമുള്ളൂ. അതിന് വല്ല അവസരം അല്ലാഹു തആല തെരുമാറാകട്ടെ. നമ്മളൊന്ന് ദ്വാരം നോക്കുക, വല്ലതൊന്ന് കിട്ടുമോ, എന്നാലും കുറച്ച് നോക്കാലോ. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പം മങ്കൂസ് മൗലിദിലുള്ള ഇത്തരം ഹദീസുകൾ വന്നാൽ ഏറെ വന്നാൽ ആ ഹദീസിൽ മൗദൂഅ ലഈഫ എന്നൊക്കെ പറയാനേ പറ്റൂ. വാസ്തവം അതുമില്ല. വ്യക്തമായ സ്വഹീഹായ
ഇനി ലഈഫെങ്കിൽ ലഈഫ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുള്ള ഉദ്ധരണം മാത്രമാണ് മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് മങ്കൂസ് മൗലിദിൽ നടത്തിയിട്ടുള്ളൂ. അത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവും. ഇനി നോക്കി, ഇനി കാണുന്ന എന്താ? വറഅതു ഉമ്മുഹു ആമിന ഹീന ഹമലത് ബിഹി മലായികത്തസ് സമാഇ മദദാ ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا اللهم صل وسلم عليه. ആരംഭ നബിയുടെ മാതാവ് അവർ നബിയെ കൊണ്ട് ഗർഭം ധരിച്ചേട മുതൽക്കേ ആകാശത്തെ മലക്കുകളെ കാണാൻ തുടങ്ങി, ഒന്നിനു പുറകിൽ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നവരായിട്ട്. നബിമാര് പഴയ കാലത്ത് മരണപ്പെട്ടവരും അവർ കിനാവിൽ കാണാൻ തുടങ്ങി. ആ വരുന്ന നബിമാരും മലക്കുകളും ഒക്കെ ഉറക്കത്തിൽ പറയുന്നത് എന്താണ്? ഇദാ വളഅതി ശംസൽ ഫലാഹി വൽ ഹുദാ, ഈ നേരിൻ്റെ പ്രവാചകനെ, ഈ വിജയത്തിൻ്റെ പ്രവാചകനെ, ഈ വിജയത്തിൻ്റെ നേരിൻ്റെ കതിരോനെ, സൂര്യനെ നീ പ്രസവിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണം നടത്തണം കേട്ടോ എന്ന് നിർദ്ദേശിച്ചു. കിനാവിൽ മലക്കുകള്, അതുപോലെ അള്ളാന്റെ പ്രവാചകന്മാരും. ഇപ്പൊ കിനാവിലെ ഓരോ മാസത്തിൽ ചില മൗലിദിൽ അങ്ങനെ തന്നെ ഉണ്ട്. അശ്ശഹ്റൽ അവ്വല അതാഹ, അശ്ശഹ്റ സാനി അതാഹ, അശ്ശഹ്റ സാലിസ അതാഹ. 1-ാം മാസത്തിൽ ഇന്നാൾ വന്നു, 2-ാം മാസത്തിൽ ഇന്നാൾ വന്നു, 3-ാം മാസത്തിൽ ഇന്നാൾ വന്നു. അങ്ങനെ മാസം തിരിച്ച് ഇന്ന ഇന്ന നബിമാര് വന്നു, അവരൊക്കെയും നബിക്ക് മുഹമ്മദ് എന്ന് പേരിടാൻ പറഞ്ഞു എന്നതാണ് ഇപ്പൊ ഇതിലെ വിഷയം. ഇതേ റിപ്പോർട്ടും വളരെ വ്യക്തമായി ഹദീസിലുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളത്. ആ ഹദീസ് ആമിന ബീവി ഇപ്രകാരം സ്വപ്നം കണ്ടത് താരീഖുൽ ഉമം, താരീഖു ത്വബരി, ത്വബരിയുടെ താരീഖിൽ സനദ് സഹിതം വിവരിച്ചിട്ടുണ്ട്, 1572. ഇനി ഇബ്നു തീമിയയുടെ പ്രിയങ്കരനായ ശിഷ്യനും പലപ്പോഴും വഹാബികൾ ഉദ്ധരിക്കാറുമുള്ള അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ അൽ ബിദായത്ത് വൻ നിഹായ 6365 വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ മലക്കുകളെ കണ്ടുവെന്നും ആ മലക്കുകളും കഴിഞ്ഞ കാല നബിമാരും സ്വപ്നത്തിൽ കണ്ടിട്ട് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യണമെന്നും അതിൻ്റെ സെനദു സഹിതം ഇത്തരം ഹദീസിന്റെ കിതാബുകളിലുണ്ട്. ആ ഹദീസിന്റെ കിതാബുകളെ അവലംബിച്ചുകൊണ്ട് മറ്റുള്ളവർ രചിച്ച മൗലിദുകളിലുമുണ്ട്. അത്തരം ഒരു മൗലിദിലെ പരാമർശവും ഉദ്ധരണിയും മാത്രമാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദിൽ ഉദ്ധരിച്ചിട്ടുള്ളൂ. താരീഖുൽ ഉമം വൽ മുലൂക്ക് മൗദൂആണ്, വൽച്ചറിയാണെന്ന് പറയാറുണ്ടോ? ഇത് ചേർത്തതിന്റെ പേരിൽ അൽ ബിദായത്ത് വൻ നിഹായ വൽച്ചറിയാണോ എന്ന് പറയാറുണ്ടോ? വേറെ ഏതെങ്കിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ സ്വീകാര്യമല്ലെന്ന് പറയാറുണ്ടോ? എങ്കിലല്ലേ മങ്കൂസ് മൗലൂദിന്റെ മേലേക്കും കയറണ്ടുള്ളൂ.